രണ്ടോ മൂന്നോ പേരുടെ നാമത്തിൽ കൂടി വന്നാൽ അവരുടെ മധ്യത്തിൽ യേശു എഴുന്നള്ളി വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിശ്ചയമായിട്ടും ദൈവം നമ്മുടെ കൂടെയുണ്ട്, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞാട്ടെ. നമ്മുടെ പുറമേയുള്ള കണ്ണുകൾ അടച്ചിട്ട് നമ്മുടെ ആ അന്തരാത്മാവ് നമ്മുടെ അകത്തെ കണ്ണൊന്ന് തുറന്നാട്ടെ. ആ സാന്നിധ്യം നമ്മുടെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ ശരീരത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ നടത്തട്ടെ. പഴയ നിയമത്തിലും മോശയെ നടത്തിയ അതേ സാന്നിധ്യം. ദൈവത്തോട് പറഞ്ഞു, നാഥ നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. ഹാലിൽ അതുകൊണ്ട് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ദൈവത്തിന്റെ തേജസ്സിന് സാന്നിധ്യത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. ഹാലിൽ അവിടുത്തെ സാന്നിധ്യമില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് ആ സാന്നിധ്യത്തെ ദൈവം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ ഒരു ട്രഡീഷണൽ നിലവാരത്തിലല്ലോ നമ്മുടെ ഫെലോഷിപ്പ് പോകുന്നത്. പരിശുദ്ധാത്മാവ് എങ്ങനെ നയിക്കുന്നതോ അതുപോലെയാണ് നമ്മൾ ഈ ഫെലോഷിപ്പിനെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നയിക്കുന്നത്. ഒരു മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കാനില്ല, ഒരു മനുഷ്യൻ നമ്മളെ ഭരിക്കാനില്ല, നയിക്കാനില്ല. പക്ഷെ നമ്മളിലൂടെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഇവിടെ മാനവും മഹത്വവും കർത്താവിന് തന്നെയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളെ ദൈവജനം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് മാത്രമല്ല ഈ ദേശത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ അനേകം പേർ കടന്നു വരാമെന്നും വളരെ താല്പര്യത്തോടെ പറഞ്ഞെങ്കിലും പലപ്പോഴും അവർക്ക് വരാൻ പറ്റുന്നില്ല. എന്നാൽ അവരുടെ ഹൃദയത്തെ അറിയുന്ന ദൈവത്തിന്റെ ആത്മാവ് മനുഷ്യൻ പുറമെയുള്ള നോക്കുമ്പോൾ ദൈവം അറിയുന്നത്, ദൈവം നോക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെയാണ്. അതുകൊണ്ട് ഹൃദയങ്ങളെ അറിയുന്നൊരു ദൈവം നമ്മുടെ ഈ ദേശത്തുണ്ട്. ദൈവത്തിന് മാത്രമേ ഈ ദേശത്തെ മാറ്റാൻ കഴിയത്തുള്ളൂ. അത് നമ്മുടെ കൂടി വരുന്നവരുടെ വിശ്വാസം ഒരുപോലെ ആയാൽ നിശ്ചയമായും ആമേൻ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രാർത്ഥനയിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന്റെ ലീഡിങ്ങിനെ അറിയുന്നതാണ് ദൈവത്തിന്റെ ജനം. ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴല്ല, ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരാണ് ദൈവത്തിന്റെ ജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. റിബാന സന്ധന രഗഡഗസിയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ആരാധിക്കുമ്പോൾ ഈ ദേശത്തെ ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. അല്പനേരം ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ കരങ്ങൾ അടിച്ച് ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. നമ്മൾ നടത്തിയ ദൈവത്തിന്റെ സ്നേഹത്തെ തിരിച്ചറിയുന്നവർ, ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ നന്ദിയോടെ അനുഭവിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹൃദയം തുറന്ന് ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുക. വായ തുറന്ന് ദൈവത്തിന് നന്ദി പറയാം. ദൈവം നമ്മളെ നടത്തിയത് നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല, നമ്മുടെ ഒന്നുമല്ല. അവന്റെ കരുണയും അവന്റെ വിശ്വസ്തതയുമാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മളായിരിക്കുന്നത്, അവന്റെ കൃപ കൊണ്ടാണ്. ദൈവമാണ് അവന്റെ ദയ കൊണ്ട് നമ്മളെ ഇതുവരെ നിർത്തിയിരിക്കുന്നത്. അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർ, ആമേൻ, മനസ്സിലാക്കുന്നവരുടെ മധ്യത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അതുകൊണ്ട് ആ ദൈവത്തിനെ ആത്മാർത്ഥമായിട്ട് വാ തുറന്ന് ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. ആമേൻ. വാ തുറന്ന് ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. നന്ദി കർത്താവേ. ഈ പ്രൈസിംഗ് കരമടിക്കുന്നവർ ദൈവത്തിന് കരങ്ങളെ അടിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കാട്ടിൽ കിടന്ന രാജാവിനെ രാജാവാക്കിയതാണ്. അവൻ കാട്ടിലായിരുന്നപ്പോൾ രാജാവിന്റെ അഭിഷേകം തന്നെയുണ്ട്. പക്ഷേ അവനെ അധികാരപ്പെടുത്തിയ ഒരു ദൈവത്തിന്റെ സമയത്ത് വന്നപ്പോൾ അവൻ ഇസ്രായേലിനെ രാജാവാക്കി മാറ്റി. അതുകൊണ്ട് ദൈവത്തെ പാടി ആരാധിക്കുന്നവർ ഒരിക്കലും പ്രതികരിക്കത്തില്ല. അവൻ ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ രാജ പദവിയിലേക്ക് ദൈവനെ കൊണ്ടുവരും. ഹല്ലേലൂയ. ദാവീദേ, നിന്നെ ആരും അറിഞ്ഞില്ലെങ്കിലും നിന്റെ പാട്ടും ആരാധനയും നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നാമെ നീ സേവിക്കുന്നത്. നിശ്ചയമായിട്ടും നാമെ ഒരു നാൾ നീ രാജ പദവിയിലേക്ക് ദൈവം നിന്നെ എത്തിക്കുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കരുത്, നമ്മളെപ്പോഴും പ്രയാസപ്പെട്ടിരിക്കരുത്, നമ്മളെപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. നമ്മൾ വന്നിരിക്കുന്നത് ദൈവശബ്ദം കേൾക്കാനാണ്, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നവരാണ്, എന്നാൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഓരോ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ നിലവാരങ്ങളുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വളരെ പ്രത്യാശയുള്ളവരായിരിക്കണം. പല പ്രശ്നങ്ങൾ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ലോക മനുഷ്യനേക്കാൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലും പിമ്പിലും പല നിലയിലുമായി ജനിക്കുമ്പോൾ അതിന് മധ്യ ജയം നമുക്ക് തന്ന യേശുവിനെ നമ്മൾ ഉയർത്തുമ്പോൾ നിശ്ചയമായും
യേശു ജയിച്ചവനാണെന്നുള്ള ബോധ്യമുള്ളവർ ആ ജയത്തെ ഒന്ന് ഉദ്ഘോഷിച്ചാട്ടെ. നമ്മുടെ വരത്തെ കരമുയർത്തി ദൈവത്തിന് നന്ദി കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്റെ യേശു ജയിച്ചവനാണ്. പാതാളത്തെയും മരണത്തെയും ജയിച്ചവനായി യേശു എന്റെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പലർക്കും അറിയായിരിക്കും, ഒരു മുടി വളർത്തിയ ഒരു കക്ഷി, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, എന്തൊരു ആന്ധ്രയിലെ ഒരു ദൈവം എന്ന് പറയുന്നു. പുള്ളി പലർക്ക് വെള്ളം കൊടുക്കുന്നതാണ്. മുടിയുണ്ട്, പക്ഷെ സായിബാബ മുടിയുടെ അകത്തുനിന്നൊക്കെ പുള്ളി സൂത്ര പരിപാടിയെ കാണിക്കുമ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മരിച്ചാൽ ഉയർക്കും, എനിക്ക് മരണമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പക്ഷെ പുള്ളി മരിച്ചു, ഉയർത്തില്ല. ആമേൻ. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ മരിച്ചാൽ ഉയർക്കും. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും ഒരു ഉയർപ്പുണ്ട് ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നമ്മുടെ മുമ്പിൽ വന്നാലും നമുക്കൊരു ഉയർപ്പുണ്ട്. നമ്മുടെ യേശു ഒരിക്കലും ഭോഷ്ക് പറയുന്നവനല്ല, അവൻ സത്യമുള്ളവനാണ്. അതുകൊണ്ട് നമ്മുടെ ഉയർപ്പിനെ തീരുമാനിക്കുന്നത് നമ്മളാണ്. ഹല്ലേലൂയ. കാരണം നമുക്ക് ജയജീവിതമേ ഉള്ളൂ. നമ്മുടെ യേശു ജയിച്ചവനാണ്. ഈ ലോകത്തിലെ പല മഹാന്മാരും മരിച്ചു പോയെങ്കിലും മിടുക്കുള്ളവരും കഴിവുള്ളവരും മരണത്തെ ജയിക്കുമെന്ന് പറഞ്ഞവരെല്ലാം ഈ ലോകം വിട്ട് മാറിപ്പോയപ്പോഴും യേശു ജയിച്ചവനായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. യേശു ജയിച്ചത് കൊണ്ട് നമ്മുടെ പ്രസംഗം വൃഥാവല്ല, നമ്മുടെ പാട്ട് വൃഥാവല്ല. കാരണം നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ മഹത്വപ്പെടുത്തുന്നത് മരണത്തെ ജയിച്ച യേശുവിനെയാണ്. ആമേൻ. ഹല്ലേലൂയ. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോലുള്ളവനാണ്. അനേകം താക്കോലുകൾ നമുക്ക് അറിയാം, പക്ഷേ യേശുവിന്റെ താക്കോല് സാധാരണ ലോക്കൽ താക്കോലല്ല, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ. ഹല്ലേലൂയ. ഹേ മരണമേ, നിന്റെ ക്ഷയമേടെ. ഇത് മരണമില്ലാത്ത ജീവിതമാണ്. ഹല്ലേലൂയ. ഈ കൂട്ടായ്മയിലുള്ള ഒരു വ്യക്തിക്കും മരണം കാർന്നു തിന്നത്തില്ല. കാരണം ഇത് മരണത്തിന്റെ കൂട്ടായ്മയല്ല, മരണത്തെ ജയിച്ച യേശുവിന്റെ ജീവന്റെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഈ കൂട്ടായ്മയിൽ വരുന്നവരെല്ലാം അവരുടെ അകത്ത് വ്യാപരിക്കുന്നത് യേശുവിന്റെ ജീവന്റെ ആത്മാവിനെയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ഫെലോഷിപ്പിൽ അനേകം പേർ കടന്നു വരുവാൻ എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും എത്രയൊക്കെ വിഷയങ്ങളായാലും, ഇന്ന് ഞാൻ പല വീടുകളിൽ ചെന്നപ്പോഴും പലരും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. 3-4 വീട്ടിൽ കയറി പ്രാർത്ഥിച്ചു, സംസാരിച്ചു. അവർക്ക് വളരെ താല്പര്യമുണ്ട്. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി ഉള്ളവർ മാത്രമേ ഇവിടെ കടന്നു വരത്തുള്ളൂ. സാധാരണ ഒരു ഫെലോഷിപ്പ് അല്ല ഇത്. അസാധാരണയിൽ നിന്ന് അസാധാരണ കൂട്ടായ്മയായതുകൊണ്ട് ദൈവം ചൂസ് ചെയ്ത് മാത്രമേ ഇവിടെ കടന്നു വരത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് മനുഷ്യന്റെ പ്രാക്ടീസ് കൊണ്ടോ കഴിവ് കൊണ്ടോ പറഞ്ഞു വരുത്തുന്ന പദ്ധതിയല്ല. ദൈവത്തിന്റെ പദ്ധതിയുള്ള നിശ്ചയമായി ഇവിടെ കടന്നു വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റിരുന്നാണ് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ കൂട്ടായ്മ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കട്ടെ, നമ്മളെ ബലപ്പെടുത്തട്ടെ. എന്നെ ദൈവാത്മാവ് എഴുതി കാണിക്കുന്ന കാര്യങ്ങളുണ്ട്. ദൂതന്മാർ വരെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത്. ദൈവത്തെ ആരാധിക്കുന്നവർക്ക് പാടി ആരാധിക്കാം. കാരണം നമ്മുടെ ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ തന്നെ ദൈവാത്മാവ് ഇപ്പോൾ കാണിക്കുന്നു, ദൂതന്മാർ നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. കാരണം ഇത് അസാധാരണയിൽ നിന്ന് അസാധാരണമായ ഒരു ഫെലോഷിപ്പാണ്. അതുകൊണ്ട് എല്ലാ കൂട്ടായ്മ പോലെ നിങ്ങൾ ഈ ഫെലോഷിപ്പിനെ കാണരുത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. പക്ഷെ അതിന്റെ അകത്ത് നമ്മുടെ അകത്ത് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കണം, ഒരു ആഗ്രഹം ഉണ്ടായിരിക്കണം. കർത്താവേ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവ പ്രവൃത്തി എന്നെ കാണിക്കണമേ, ഒരു ദൈവ മഹത്വം എന്നെ അണിയിക്കണമേ, എന്റെ തലമുറമേ, ഈ ദേശത്തിന്റെ മേൽ എന്നെ എന്ന് ആഗ്രഹിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ഇന്ന് വൻ കാര്യങ്ങൾ ചെയ്യും, വൻ കാര്യങ്ങൾ ചെയ്യും. ദൈവം ചെറുത് ചെയ്യുന്നവരല്ല. ദൈവത്തോട് ചോദിക്കുന്നത് വൻ കാര്യങ്ങളെ ചോദിക്കുക, വൻ കാര്യങ്ങളെ ചോദിക്കുക. ഇതുവരെ നമുക്ക് കിട്ടാത്തത് ചെറുത് ചോദിക്കുന്നതാ. ചെറുത് ചോദിക്കാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്, വൻ കാര്യങ്ങളെ ചോദിക്കുക. കാരണം ഈ സ്പിരിച്വൽ ഡയമെൻഷനിൽ ഞാൻ കാണുന്നത് വൻ കാര്യങ്ങളാണ്. ഓൾറെഡി ഏഞ്ചൽസ് ഇവിടെ പ്രത്യക്ഷമായിരിക്കുകയാണ്. ഓൾറെഡി അവരുടെ അപ്പിയറൻസ് ഉണ്ട്. ഞാനത് അനുഭവിക്കുന്നുണ്ട്, ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നുണ്ട്. ഇതൊരു ഉപരിപണം ഉണ്ടാക്കാനല്ല ഞാൻ ഈ പറയുന്നത്. കാരണം
ഇത് എൻഡ് ടൈമാണ്. യേശുവിന്റെ വരവിന് മുമ്പിൽ ഒരു അനേക സൈന്യത്തെ എഴുന്നേൽപ്പിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. ഒരു വൻ സൈന്യത്തെ ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത അനേക ഡൈമെൻഷനിലേക്ക് തിരിപ്പാനാണ് ഈ കൂട്ടായ്മയെ ദൈവം ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് യേശുവിന്റെ വരവിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ്, ദൈവത്തിന്റെ പദ്ധതി ഈ കൂട്ടായ്മയിൽ വെച്ചിരിക്കുന്നു. ഈ കൂട്ടായ്മയുടെ വിശാലതയാണ് യേശുവിന്റെ വരവിനെ ഉറപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറയാൻ കാര്യം, 2 പ്രാവശ്യം ഞങ്ങൾ 3 days ഫാസ്റ്റ് ചെയ്ത് തന്നപ്പോൾ 2 പ്രാവശ്യമായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് യേശുവിന്റെ വരവിന് മുമ്പേ. ഹല്ലേലൂയ. ഈ ഫെലോഷിപ്പ് വലിയൊരു സൈന്യമായി മാറും. ഹല്ലേലൂയ. അതിനു വേണ്ടി ആണ് കിങ്ഡം ഗ്ലോറി, ഹല്ലേലൂയ, ആർമി ദൈവം കണ്ടിരിക്കുന്നത്. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ കണ്ടിരിക്കുന്ന സൈന്യത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ നമ്മുടെ തലയിൽ ആര് കൈവച്ചില്ലെങ്കിലും കർത്താവിന്റെ കര നമ്മുടെ മേലുണ്ട്. ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ ദേശത്ത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നു. ഏത് മുഴങ്കാലുകളും അടങ്ങുന്ന യേശുവിന്റെ പൊന്നുനാമം ഇവിടെ നമ്മൾ ഒരുമിച്ച് ഉയർത്തുമ്പോൾ സ്വർലോകരുടെ ഭൂലോകരുടെ അതോ ലോകരുടെ മുഴങ്കാലുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങുവാനിടയായിത്തീരും. ഇതുവരെ മടങ്ങാത്ത പല മുഴങ്കാലുകളും ഇന്നും മടങ്ങുവാനിടയായിത്തീരും. കാരണം യേശുവിന്റെ നാമത്തിന് മുമ്പിൽ മടങ്ങിയ മുഴങ്കാലുകൾ സ്വർലോകരുടെ ഭൂലോകരുടെ അതോ ലോകരുടെ മുഴങ്കാലുകൾ ആണെങ്കിൽ ഈ കുഴികളിൽ ഈ ബാലരാമപുരത്ത് മടങ്ങാത്ത ഒരു മുഴങ്കാലുകൾ ഉണ്ടാവുക ദൈവം ആഗ്രഹിക്കുന്നില്ല. യേശു കർത്താവെന്ന് ഏറ്റു പറയുന്ന സമയങ്ങൾ ഈ ബാലരാമപുരത്തും ഈ ദേശത്തും ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഈ കൂട്ടായ്മ അനേകം മുഴങ്കാലുകളെ മടക്കുക, അനേക രോഗികളെ സൗഖ്യമാക്കുക, അനേക പാപികളെ മാനസാന്തരപ്പെടുത്തുക. ദൈവം വെച്ചിരിക്കുന്ന ഈ ഫെലോഷിപ്പ് അസാധാരണയിൽ നിന്ന് അസാധാരണതയുള്ളതാണ്. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് ഈ വാക്യം ഇവിടെ മാത്രമല്ല, ഈ വചനം ഇവിടെ മാത്രമല്ല, ഈ ദേശത്ത് ഈ നിലവാറായി ദൈവം അത് ചെയ്യുന്നത് ആത്മാവിനത് തിരിച്ചറിയുന്നു. ഇതുവരെ ഏതെങ്കിലും മുഴങ്കാലുകൾ യേശുവിന് മുമ്പിൽ മടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്നത് മടങ്ങുവാൻ ഇടയായി തീരും. അതാണ് യേശുവിന്റെ നാമം ഉച്ചരിക്കുന്ന സ്ഥലങ്ങളിലും രാജ്യങ്ങളിലും പട്ടണങ്ങളിലും പഞ്ചായത്തുകളിലും ദൈവം അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആത്മാർത്ഥമായിട്ട് ഉറച്ചു പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ സ്വർഗീയനായ ഞങ്ങളുടെ നല്ല പിതാവേ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരികയാണ്. അവിടുത്തെ മക്കളായ ഞങ്ങൾ വളരെ ആഗ്രഹത്തോടെ വളരെ താല്പര്യത്തോടെ അവിടുത്തെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ അപ്പനും മക്കളോട് കരുതുന്നതുപോലെ പഴയ നിമിത്തമുള്ള പ്രാർത്ഥനയല്ല. ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നീ ഞങ്ങളോട് സംസാരിക്കണമേ. വ്യക്തിപരമായി നീ ഞങ്ങളോട് സംസാരിക്കുന്ന ദൈവമാണ് എന്നാൽ ഈ ഫെലോഷിപ്പിൽ ദൈവത്തിന്റെ ശബ്ദം വളരെ വ്യക്തതയോടെ ശക്തിയോടെ ഞങ്ങളുടെ ആത്മമനുഷ്യനെ ഒരു ആത്മമനുഷ്യനായിട്ടല്ല, ഒരു ആത്മരാക്ഷസനായി പരിശുദ്ധ ആത്മാവ് ഈ എഴുന്നേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മുമ്പിലുള്ള സകല ദുർഘടങ്ങളും സകല ഇരുട്ടുകളും സകല താമരപ്പൂട്ടുകളും പൊളിക്കുന്ന ഒരു ആത്മശക്തി ഞങ്ങളുടെ മേൽ ഇന്ന് പരിശുദ്ധ ആത്മാവ് ചൊരിയേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്നവരെല്ലാം ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഒരു വ്യക്തിപരമായ വിഷയങ്ങളിലോട്ട് കേന്ദ്രീകരിക്കപ്പെട്ടു പോകാതെ യേശുവേ, നിന്നെ പോലെ ആകുവാൻ, നീ ചെയ്തതെങ്കിലും ചെയ്യുവാൻ നീ ഞങ്ങളെ സഹായിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് ഞങ്ങൾ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുമാറാകണമേ. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിൽ അധികം നിങ്ങൾ ചെയ്യും. അത് ഞങ്ങളെ കുറിച്ചാണെന്ന് ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ഈ നാളുകളിൽ യേശു ചെയ്തതെങ്കിലും ചെയ്തെടുപ്പാൻ പരിശുദ്ധാത്മാവ് ഇവരെ ശക്തീകരിക്കണമേ. ശാരീരികമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട്, പല നിലയിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ, പിരിമുറുക്കങ്ങൾ, വ്യക്തിപരമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ ആ കോട്ടസിൽ നിന്ന് യേശുവിന്റെ മുഖത്തേക്ക്, യേശുവിന്റെ മുഖം അന്വേഷിപ്പാൻ, യേശുവിന്റെ ശബ്ദം കേൾപ്പാൻ ഇവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ചെവികളെ തുറക്കണമേ, ബുദ്ധിയെ തുറക്കണമേ. ശരീരത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുവാനാകണമേ. യോസേഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് മന്ത്രിപദത്തിലേക്ക് കൊണ്ടുവന്ന കർത്താവ് ഈ നാളുകളിൽ സ്വർഗീയ
ഇടപെടാതെ പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന് മഹത്വം കൊടുത്തുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, അവിടുത്തെ നാമത്തെ ഒരുമിച്ച് മഹത്വം കൊടുത്ത ദൈവത്തെ സ്തുതിപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ അകത്തുള്ള എല്ലാ പരാധീനതകളും മാറിപ്പോകട്ടെ. എല്ലാ നെഗറ്റീവ് തോട്ട്സും യേശുവിന്റെ നാമത്തിൽ ഡിലീറ്റ് ആകട്ടെ. ഞങ്ങളിലുള്ള പുറമേ മനുഷ്യനല്ല, അകത്തെ മനുഷ്യന്റെ ശബ്ദം, അകത്തെ മനുഷ്യൻ ഇന്ന് ശക്തിയോടെ ബലത്തോടെ ആത്മാവിൽ പുറത്തു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ 2-3 പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാം. ഇന്നു കണ്ട മിസ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി നടത്തും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല,
വന്ന് കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഹല്ലേലൂയ. ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഹല്ലേലൂയ. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടലിൽ പിളർന്നു വഴി നടത്തും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടലിൽ പിളർന്നു വഴി നടത്തും. യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ എരിഹോ നിൻ മുൻപിൽ ഇടിഞ്ഞു വീഴും. യേശുവിൻ നാമത്തിൽ ആർത്തിടുമ്പോൾ ഇന്നു കണ്ട വിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു കണ്ട വിശ്രമിനെ കാണുകയില്ല. ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. 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 ഹല്ലേലൂയ. ഓ നിന്റെ കാലുകൾ ഇടറുകില്ല. 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 നിന്റെ ഓ ജീസസ് ഹല്ലേലൂയ. ഓ നിന്റെ കാലുകൾ ഇടറുകില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല. ഹല്ലേലൂയ. ഓ രഘമനദരസന്തരാദരസ്. ഓ റിഖാലദരഗശ. ഓ ജീസസ് ഹല്ലേലൂയ. നമ്മുടെ കാലുകൾ ഇടറുവാൻ നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ബാധ നമ്മുടെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഇന്ന് കണ്ട മിസ്രൈമിനെ കാണാതെ വണ്ണം. ഓ രഘമനദരസന്തരേ. ഓ ജീസസ് ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നതിനായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഓ ജീസസ് ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് വകയുണ്ട്. നമ്മുടെ കർത്താവ് പരിശുദ്ധൻ, അവൻ നല്ലവൻ. ഹല്ലേലൂയ. അവൻ നമുക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരാത്ത നന്മകൾ അവൻ ഹല്ലേലൂയ സകലവും നമുക്കായി തീർത്തു കഴിഞ്ഞു. നമ്മുടെ സൗഖ്യം ഹല്ലേലൂയ നമുക്ക് വേണ്ടി അവൻ നമ്മുടെ രോഗസൗഖ്യം അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. രോഗങ്ങളെ അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളെ അവൻ ഏറ്റെടുത്തു. ഹല്ലേലൂയ. അതിനായിട്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കണം. നമ്മുടെ കർത്താവ് വലിയവനാണ്. നമ്മുടെ കർത്താവിനെ നമ്മൾ സ്തുതിച്ചു പാടുമ്പോൾ നമുക്ക് ദൈവത്തിന് കൊടുക്കുവാനായിട്ട് ഒന്നുമില്ല. സ്തുതിയും സ്തോത്രവുമല്ലാതെ നമ്മുടെ കർത്താവിന് കൊടുക്കുവാൻ നമുക്കൊന്നുമില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്ത നന്മകൾക്കനുസരണമായി നമുക്ക് ദൈവത്തിന് കൊടുക്കുവാൻ സ്തുതിയും സ്തോത്രവും ആരാധനയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമ്മൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ചില ചെങ്കടലുകൾ മാറിപ്പോകും. ചില എരിഹോ മതിലുകൾ ഇടിഞ്ഞു വീഴുവാനിടയായിത്തീരും. ഓ റമാന ശന്തരേ. ഹല്ലേലൂയ. സ്തോത്രം. ഓ ഞാൻ ഇരുന്നപ്പോൾ ദൈവയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പാട്ട് തന്നു. ഗലീല എന്ന നാട്ടിൽ ഹല്ലേലൂയ യേശു ജനങ്ങളെ തൊട്ടു. ഹല്ലേലൂയ. യേശു ജനങ്ങളെ തൊട്ടു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് യേശു ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് ഗലീല എന്ന് പറയുന്ന സ്ഥലത്ത് യേശു ഇറങ്ങി നടന്ന് ഹല്ലേലൂയ ജനങ്ങളെ തൊട്ടു.
ജീസസ് ഇന്ന് യേശു ഇവിടെ വന്നിട്ടുണ്ട് നമ്മളെ തൊടുവാൻ. ഹല്ലേലൂയ. അന്ന് കുരുടർ, മുടന്തർ, ചെകിടർ എല്ലാം സൗഖ്യമായി. അതുപോലെ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും സൗഖ്യമായി. ഈ പാട്ട് നമ്മൾ ചേർന്ന് ദൈവത്തെ ആരാധിച്ച് പാടുമ്പോൾ, നൃത്തത്തോടെ നമുക്ക് പാടുമ്പോൾ, നമുക്ക് കൈയടിച്ച് വാദ്യഘോഷത്തോടെ പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ യേശു ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ആ പാട്ട് ചേർന്ന് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ച് പാടാം. ഹല്ലേലൂയ. വേറെ പല പാട്ടുകൾ ഞാൻ എടുത്തു വെച്ചെങ്കിലും കർത്താവിനോട് ഇന്ന് ഇത് പാടാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇന്ന് ഇത് പാടുവാണ്. പ്രൈസ് ദി ലോർഡ്. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. ഗലീല എന്ന നാട്ടിൽ യേശു ജനങ്ങളെ തൊട്ടു. കുരുടർ, മുടന്തർ സകലരെയും യേശു സൗഖ്യമാക്കി. കുരുടർ, മുടന്തർ സകലരെയും യേശു സൗഖ്യമാക്കി. ഹല്ലേലൂയ.
ദൈവത്തിന് വിടുതൽ കർത്താവിന്റെ മക്കളുണ്ട്. ഇതുപോലെ വർഷങ്ങളോരാലകത്തെ ആലകയിൽ കൂടി നടന്ന കർത്താവ് ഇന്ന് ഈ ഭവനത്തിൽ കൂടെ നടക്കുന്നു. ആ കർത്താവിന്റെ കാഴ്ചകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കണ്ടാട്ടെ കർത്താവിന്റെ നടക്കുന്നതായിട്ടുള്ള കർത്താവിന്റെ കാലച്ച നമ്മുടെ കേൾക്കുകയാണ്. കർത്താവിന്റെ നടക്കുകയാണ്. ഓ ജീസസ് ഒന്നും പാടുവാനായിട്ടില്ല കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ യേശുവേ നാമത്തിൽ കർത്താവേ ഹല്ലേലൂയ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാവൻ യേശുവേ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാവൻ യേശുവേ. ഋത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. ഋത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാവൻ യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ പണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ ഹല്ലേലൂയ എന്നെ ചേർപ്പടിക്കെ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാവൻ യേശുവേ. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാവൻ യേശുവേ. പ്രാണിനേക്കാൾ അരികിലുള്ളത് ആ സ്റ്റാൻസ് ഒന്നുകൂടെ പാടി നമുക്ക് ദൈവത്തെ
ദൈവത്തെ ആരാധിക്കാം. നമ്മുടെ പ്രാണൻ എന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ടതാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാണൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ജീവനോടെ ഇരിക്കുന്നത്. ആ പ്രാണൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രാണനേക്കാൾ, നമ്മുടെ ജീവനേക്കാൾ അധികമായി കർത്താവ് നമ്മളോട് കൂടെ ഉള്ളതാണ്. സ്റ്റാൻസിന് വളരെയധികം എന്നെ സ്വാധീനിക്കുന്ന ഒരു സ്റ്റാൻസയാണ്. പ്രാണനേക്കാൾ അതുകൊണ്ട് നമുക്ക് ഭയപ്പെടണ്ട. നമ്മുടെ പ്രാണനേക്കാൾ അധികമായി കർത്താവ് നമ്മളുടെ അരികിലിരിക്കുകയാണ്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ആരെങ്കിലും ഭയപ്പെടുന്ന ഒരു ഇതുണ്ടെങ്കിൽ അത് മാറിപ്പോണം. കർത്താവ് പ്രാണനേക്കാൾ നമ്മുടെ കൂടെ ഇരിക്കുന്നു എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ ധരിക്കട്ടെ. പ്രാണനേക്കാൾ ഭയപ്പെടുവാൻ കാര്യമില്ല. പഠിക്കേ. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും സ്നേഹമാമൻ യേശുവേ. ഹല്ലേലൂയ. നമ്മൾ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ ഇടയായി തീർന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിന് നമ്മൾ വില കൊടുക്കണം. നമ്മൾ വെറും ഒരു പ്രാർത്ഥനയിൽ കൂടുക എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ ആയിരിക്കരുത്. നമ്മുടെ അകത്ത് വളരെ ആഗ്രഹങ്ങൾ നമ്മുടെ അകത്ത് വേണം. ഹല്ലേലൂയ. ഞാൻ നേരത്തെ കണ്ട കാര്യം അതിനോട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. നമ്മുടെ അകത്ത് വളരെ താല്പര്യം വേണം. സാധാരണ ഒരു നിലയിലല്ലാതെ അസാധാരണ ഒരു നിലയിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്നെ കാണിക്കണമേ, എന്റെ ജീവിതത്തിൽ നടക്കണമേ എന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വന്നിരിക്കാം, ഹല്ലേലൂയ, പോകാം എന്നുള്ള ഒരു പതിവ്, ആ ചിന്താഗതി ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിക്കും പറഞ്ഞാൽ ഒരു ചോളോത്സവം, അത് നമ്മൾ പൊട്ടിച്ചു കളയണം. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ഇല്ലിങ്ങാവുകയും അതൊരു ഭോഷനെ പോലെ നമ്മൾ വിട്ടുകൊടുത്താൽ മാത്രമേ കർത്താവിന്റെ പ്രവൃത്തി നമ്മുടെ അകത്ത് വെളിപ്പെട്ട് വരത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്തയും കുറച്ചു നേരം നമ്മൾ ഓഫ് ചെയ്യുക. ഹല്ലേലൂയ. അതെല്ലാം ഓഫ് ചെയ്തിട്ട് ആത്മാവിനെ തുറന്നു കൊടുക്കാൻ നമ്മൾ ആവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വേല വിശ്വാസത്തിന്റെ വേലയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. എന്തു വിശ്വസിച്ചതോ അത് എന്റെ മുമ്പിൽ ദൈവം ചെയ്തിട്ടുണ്ട്. അത് പ്രാപിപ്പാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ആ ഉറപ്പ് എന്റെ അകത്ത് മാത്രമല്ല, എന്നെ കേൾക്കുന്നവരുടെ അകത്തും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് കണ്ട് വിശ്വസിച്ചു ആമേൻ പറഞ്ഞു, അത് നമ്മുടെ മുമ്പിൽ ദൈവം തരും. ആമേൻ. തന്നവനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. വിശ്വാസമുള്ളവരുടെ മധ്യത്തിലെ ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതിനുവേണ്ടി ആഗ്രഹമുണ്ടോ അത് കണ്ട് മാത്രമല്ല, അത് പ്രാപിച്ചട്ടെ ദൈവം മടക്കി വിടത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് വൻകാര്യങ്ങൾ നമ്മുടെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അല്പകാലങ്ങളായി അങ്ങനെയുള്ള പ്രവൃത്തി
പ്രവർത്തികളൊന്നും സഭയിൽ കാണുന്നില്ല. ഒരു പ്രസംഗം കൊണ്ട് മാത്രം അവസാനിക്കുന്ന ഒരു സമയമാവുന്ന കാലയളവിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ഈ നിലവാരത്തെ തിരുത്തുവാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടത്തെയാണ് ദൈവം നമ്മളെ കണ്ടതുകൊണ്ട് ഇങ്ങനൊരു അവസരങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് എത്രത്തോളം ഗൗരവം കൊടുക്കുന്നുണ്ടോ അത് അറിയുന്നത് ദൈവമാണ്. ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം ഇതിന് താല്പര്യം കൊടുക്കുന്നുണ്ടോ, എത്രത്തോളം ഇതിനെ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് അറിയുന്നത് ദൈവത്തിന്റെ ആത്മാവ്. മാത്രമല്ല നിങ്ങൾക്കും അറിയാൻ പറ്റും സംസാരിക്കുമ്പോൾ ആർക്കൊക്കെ ഇതിന് എത്രത്തോളം താല്പര്യമുണ്ട്, ആരൊക്കെ ഇത് എങ്ങനെയൊക്കെ എടുക്കണമെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വിവേചിക്കുന്ന ആത്മാവാണ്. ആമേ, ആ ആഴങ്ങളെ വരെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും, ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ട് മനുഷ്യാത്മാവ് അറിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ ആഴങ്ങളെ വരെ വെളിപ്പെടുത്തും. മനുഷ്യാത്മാവിൽ നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവുള്ളവന് എത്രത്തോളം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അകത്ത് കുടികൊള്ളുന്നത്, നമ്മളെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചിരിച്ച് ഹല്ലേലൂയ. നമ്മൾ വന്നിരിക്കുന്നത് എവിടെയാണ്? കർത്താവിനെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാനുമാണ്. ഹല്ലേലൂയ. ഒരു മരണമടക്ക ശുശ്രൂഷയ്ക്കല്ല നമ്മൾ വന്നിരിക്കുന്നത്. സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മഹാത്ഭുതങ്ങളെ വർണ്ണിപ്പാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. എന്ത് തടസ്സങ്ങളും ദൈവം മാറ്റും. ഹല്ലേലൂയ. എന്ത് വലിയ മല പോലെയുള്ള പ്രശ്നങ്ങളെ വരെ മെഴുകുപോലെ ഉരുക്കുന്നവനാണ്. ഹല്ലേലൂയ. ഫറവോന്റെ കഠിനപ്പെട്ട ഹൃദയത്തെ മെഴുകുപോലെ ഉരുക്കി 10 ബാധ അയച്ചു. പക്ഷെ അതിന്റെ അകത്ത് മോശയെ ദൈവം വെളിപ്പെടുത്തി. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കഠിനപ്പെടുന്നത് ഓർത്ത് നമ്മൾ കഠിനപ്പെട്ടു പോകരുത്. ഒരു നാള് ഇതൊക്കെ പുറത്തു വരും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ അകത്തുള്ള മോശ വെളിപ്പെട്ട് വരാനാണ് ചില ഫറവോനെയൊക്കെ നമ്മുടെ മുമ്പിൽ കൊണ്ട് നിർത്തുന്നത്. നമ്മൾ വെളിപ്പെട്ട് വരും. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നിലയില്ല. നമ്മുടെ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മളെ നോക്കരുത്, ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് വെച്ച് നമ്മളെ നോക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഫറവോൻ ഒരു നാള് കീഴടങ്ങും, എത്ര ആധിപത്യം പറഞ്ഞാലും. അതുകൊണ്ട് ദൈവപ്രവൃത്തി ദൈവമക്കൾക്കുള്ളതാണ്. അത് നമ്മൾ കാണുവാനാണ് ദൈവം നമ്മളെ വെച്ചിരിക്കുന്നത്. നമ്മളെല്ലാ വിഷയത്തെയും ഫൈറ്റിംഗ് ആയിട്ട് കാണരുത്, നമ്മളെയും കൂടി ഒന്ന് പണിതെടുക്കാനും കൂടിയാണ്. ഹല്ലേലൂയ. നമ്മളൊന്ന് വളർന്നു വരാനാണ് ചില ടെസ്റ്റിംഗ് പീരീഡ് ഒക്കെ ദൈവം നമുക്ക് തരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള വ്യക്തിയൊന്നും ഇവിടെ കാണത്തില്ല. ദൈവം അങ്ങനെ ഓരോ അനുഭവങ്ങൾ തരുമ്പോൾ ഒന്നും കൂടി തെളിയുവാൻ ദൈവം നമുക്ക് അവസരം തരും. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ കണ്ട കാര്യം, ദൂതന്മാർ ഏഞ്ചൽസ് വന്ന് നൃത്തം ചെയ്യുന്നത് കണ്ടത്. ഞാൻ ഈ മൈക്കെടുത്ത് നിന്നപ്പോ തന്നെ ഇങ്ങനെ എഴുതി കാണിക്കുക. അതുകൊണ്ടാ പറഞ്ഞ സൈൻസ് ആൻഡ് വണ്ടേഴ്സ്, ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം ചെയ്യും. ഹല്ലേലൂയ. ദൈവം ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് ഈ ദേശത്ത് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പല പല ഡയമെൻഷൻ ദൈവത്തിന്റെ ആത്മാവിന് തുറന്നു വിടും. അതിനുവേണ്ടി നമ്മുടെ എത്രത്തോളം ആഗ്രഹമുണ്ടോ അതിനുവേണ്ടി നമ്മുടെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ ആ നിലയിലേക്ക് എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവേ, എന്റെ സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമല്ല, എന്നാൽ ദൈവം എനിക്ക് അനുകൂലമാണ്. എനിക്ക് പല പല കാര്യങ്ങൾ എന്റെ മുമ്പിലുണ്ട്, അതിനെയൊന്നും ഞാൻ നോക്കുന്നില്ല. പക്ഷെ അതിന്റെ മേളിൽ ഞാനിന്ന് കയറി നിൽക്കുകയാണ്. എത്ര വിഷയങ്ങളായാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ അതിന്റെ മേളിൽ കയറി നിന്നൊന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ഫോർ യുവർ ഗ്ലോറി. എല്ലാ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനാണ് ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പിശാചിന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങേണ്ട ഏറ്റവും വലിയ തന്ത്രം ചെയ്യുന്നവനാണത്. അവന്റെ തലയെ തകർത്തിട്ടാണ് ദൈവം നമുക്ക് ജയം തന്നത്. പക്ഷെ അവന്റെ വാല് ഇന്ന് അനങ്ങുന്നുണ്ടെങ്കിലും അവന്റെ വാലിനെ വരെ ഇന്ന് തകർക്കണം. ഹല്ലേലൂയ. അവന്റെ തലയെ തകർത്തു. ഇനി നമുക്ക് വാല് തന്നത് പൂച്ചക്കുട്ടിക്ക് ഈ പൂച്ച കുഞ്ഞിനെ തള്ളപ്പൂച്ച ഈ എലിനെ പിടിച്ചിട്ട് പകുതി ജീവനോട് ഇട്ട് കൊടുക്കും. എന്തിനാണെന്നറിയോ? അവന് കളിക്കാൻ വേണ്ടിയാ.
എന്ന് പറഞ്ഞ വാല് പിശാച് അനക്കി കാണിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ മക്കൾക്ക് കളിക്കാൻ വേണ്ടിട്ട് കൊടുക്കുകയാണ്. നമ്മളവനെ അടിക്കണം. ഈ വാലിന് തല തകർന്നു, പക്ഷെ വാല് കിടക്ക കാണിക്കുന്നത് നമ്മൾ കയറി പൊട്ടിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കർത്താവിന് ശക്തിയില്ലാത്തോട്ടോ അധികാരം നൽകുന്നിട്ടോ അല്ല, അവന്റെ തലയെ തകർത്തെങ്കിൽ അവന്റെ വാല് എവിടെയെങ്കിലും അനങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് വാലിനെ ദൈവം വെട്ടണം. അതും കൂടി നമ്മുടെ കാൽക്കീഴിൽ ആകണം. ചില നൊമ്പരങ്ങളൊക്കെ കർത്താവ് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുക. നമ്മൾ നൊമ്പരപ്പെടുത്തുന്നില്ലേ ചില സാഹചര്യങ്ങൾ, ചില വിഷയങ്ങൾ, ചില വ്യക്തികൾ, എന്തായിക്കോട്ടെ, അത് പിശാചിന്റെ വാലാണ്. ആ ദൈവാത്മാവിന്റെ എഴുതി കാണിക്കുന്നതോടെ പറയുന്നത് നമ്മളെ ഏത് നിലയിൽ നമ്മളെ ക്ഷീണിപ്പിക്കുന്നതോ അത് വാലിന്റെ ചില പദ്ധതികളാണ്. അതിനെയും കൂടി ഇന്ന് തകർക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മുടെ അകത്തുള്ള പുറമേയുള്ള മനുഷ്യൻ ക്ഷീണിച്ചു പോയാലും നമ്മുടെ അകത്തേമുള്ള മനുഷ്യൻ മേൽക്കുന്ന ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ അവിടെ നിൽക്കട്ടെ, പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യത നമ്മുടെ അകത്തെ മനുഷ്യനാണ്. ആമേൻ. അകത്തെ മനുഷ്യൻ നമ്മൾ ബലപ്പെടുമ്പോൾ അകത്തെ മനുഷ്യനിലൂടെ പല കാര്യങ്ങൾ ദൈവം ചെയ്തെടുക്കുവാനിടയായി തീരും. അമ്മേ, എന്നെ കാണിക്കുന്നത് ഗ്ലോറിയാണ്. അല്ല, ഞാനൊരു വചനം എടുക്കാന്ന് വിചാരിച്ചപ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നത് ഗ്ലോറിയാണ്. മിനിസ്ട്രി. ഹല്ലേലൂയ. ഇതൊരു അസാധാരണ റലത്തിൽപ്പെട്ട കാര്യമാണ്. ഹല്ലേലൂയ. ഇത് പിന്നെ പറയുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്. ഇത് ഗ്ലോറിയിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് ഇതിൽ നിൽക്കുന്നത്. ഇത് മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നടക്കുന്ന ഒരു മിനിസ്ട്രിയാണ്. ഇപ്പോൾ ഇതിന്റെ സീരിയസ്നെസ് ആർക്കും അറിയത്തില്ല, പക്ഷെ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഇത് മനസ്സിലാക്കും. ഇത് നിങ്ങൾ പറയും, ഇങ്ങനെ ഒരു ഫെലോഷിപ്പിലാണ് എന്റെ തല ഉയർന്നത്, എന്റെ തലമുറ അനുഗ്രഹം പ്രാപിച്ചത്, എന്റെ പട്ടണം വിടിവിക്കപ്പെട്ടത്, എന്റെ രാജ്യം വിടിവിക്കപ്പെട്ടത്. ഇങ്ങനെ ഒരു ഫെലോഷിപ്പ് സ്വർഗം എനിക്ക് തന്നതാണ്. പക്ഷെ ആ സമയത്തൊക്കെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവണോ നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇതൊരു ഗ്ലോറിയാണ്. ഇവിടെ മരിച്ചവർ ഇവിടെ കൊണ്ടുവന്നാൽ ഉയർക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? മരിച്ചവർ ഇവിടെ വന്നാൽ അവൻ ഉയർത്തെഴുത്തേ പോകത്തുള്ളൂ. ഉയർത്തെഴുന്നേക്കും. അവൻ മരണത്തെ ജയിച്ചവനാണ്. കാരണം നമ്മുടെ അകത്ത് വാഴുന്നത് മരണത്തെ ജയിച്ച ആത്മാവാണ്. യേശു ജയിച്ചെങ്കിൽ, മരണത്തെ ജയിച്ചെങ്കിൽ, പാതാളത്തെ ജയിച്ചെങ്കിൽ, ആമേൻ, ഈ ട്രെയിനിങ് അവന് കൊടുത്തെങ്കിൽ നമ്മൾക്ക് തന്നത് പറ്റത്തില്ല. പക്ഷേ നമ്മളത് ഗ്രേസിൽ പിതാവായ ദൈവപുത്രനിലൂടെ നമുക്കത് തന്നു. എന്റെ മക്കളും അത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ചില പ്രശ്നങ്ങൾ വരുന്നത് നമ്മുടെ അകത്തുള്ള ഗ്ലോറി ഡൈമെൻഷൻ വെളിപ്പെട്ടു വരാനാണ്. ആമേൻ. ഹല്ലേലൂയ. ഗ്ലോറി ഡൈമെൻഷൻ വെളിപ്പെട്ടു വരണമെങ്കിൽ ആമേൻ, നമുക്കറിയാമല്ലോ, പൊതുവെ പറയുന്ന കാര്യമാണ്, നമ്മുടെ പുറമേയുള്ള മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുന്നു. അവൻ സറണ്ടർ ആകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുമല്ല എന്ന് വരുമ്പോഴാണ് ഈ ഗ്ലോറി പൂർണ്ണ മഹത്വത്തിലോട്ട് വെളിപ്പെട്ട് വരുന്നത്. നമ്മൾ ചാകണം. ഹല്ലേലൂയ. ഞാനും പാസ്റ്ററൊക്കെ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, റെസ്റ്റിംഗ് പ്ലേസിലോട്ടൊക്കെ കയറാനായി തീർന്നു. ഡെഡ് ബോഡി അല്ലേ? ഹല്ലേലൂയ. നമ്മൾ ശരിക്കും മരിച്ചാൽ, ഹല്ലേലൂയ, നമ്മുടെ അകത്ത് മഹത്വം ഓൾറെഡി ഉണ്ട്. പക്ഷെ ഒന്നും കൂടി ശക്തമായി ഈ കൈയും കാലും, രാത്രിയൊക്കെ നടക്കുമ്പോൾ അമ്മച്ചിയുടെ കൈയും കാലൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ആൾക്കാർ ഇതിൽ പറയൂ, ഇല്ല ഇനി തൊട്ട് മിന്നണം. രാത്രിയൊക്കെ അമ്മച്ചി കറണ്ടൊക്കെ പോകുമ്പോൾ, ഹല്ലേലൂയ, നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഈ കൈയൊക്കെ മിന്നും. ഞാൻ വിശ്വാസത്തോടെ പറയുകയാണ്, അമ്മച്ചി ഒന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ചോ, അമ്മച്ചിക്ക് മരണം ഉണ്ടാവില്ല. ഹല്ലേലൂയ. അമ്മച്ചി എങ്ങനെയെങ്കിലും പോകാനാണ് പ്ലാൻ ചെയ്യണത്, പക്ഷേ ദൈവം അതല്ല. ഹല്ലേലൂയ. അമ്മച്ചി രാത്രിയൊക്കെ നടക്കുമ്പോൾ, അമ്മ കറണ്ടൊക്കെ പോകുമ്പോൾ വീട്ടിലെ പിള്ളേരൊക്കെ പറയും, എന്താണ് ഒരു മിന്നായം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണേന്ന്. വേറെ ഒന്നുമല്ല, അമ്മച്ചിയുടെ മേലുള്ള ഗ്ലോറിയാണ് മിന്നിക്കൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം അമ്മച്ചി നമുക്ക് മരണമില്ല. ഹല്ലേലൂയ. അതിനു വേണ്ടിയാണ് ദൈവം നമുക്ക് ഈ ഏദൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഏദൻ തോട്ടത്തിൽ ദൈവം നമ്മളെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് രാമേ എന്ത് വേണമെങ്കിലും തെരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ദൈവം നമുക്ക് തന്ന കാര്യത്തെ കുറിച്ച് ബോധ്യത നമ്മുടെ അകത്തുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അമ്മച്ചി വിശ്വസിക്കുന്നുണ്ടോ, രാത്രി കറണ്ട് പോയി കഴിയുമ്പോൾ അവിടെ വിളക്ക് കത്തിച്ചില്ലെങ്കിലും എന്റെ ശരീരം മിന്നും.
ആമേൻ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന കൂട്ടത്തിൽ അതുകൊണ്ട് കർത്താവ് പറയണത് ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു മഹത്വത്തിലേക്ക് അമ്മച്ചിയെ നടത്താൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മെ ദൈവം കേൾപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെവി തുറക്കണമെന്ന കർത്താവ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആത്മാവിനൊരു ചെവിയുണ്ട്, ആത്മാവിനൊരു കണ്ണുണ്ട്, ഹല്ലേലൂയ, ഹൃദയമുണ്ട്. നമ്മുടെ പുറമേയുള്ള ശരീരം എന്ന പോലെ തന്നെ ആത്മാവിന് കൈയും കാലും അല്ലെ എല്ലാം ഉണ്ട്. അപ്പൊ അകത്തെ പുറമേയുള്ള ചെവി അടഞ്ഞാലും അകത്തെ ചെവി തുറന്നുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ എന്താണ് കേൾക്കുന്നത്, നമ്മൾ എന്താണ് ഗ്രഹിക്കുന്നതെന്ന് അകത്തെ മനുഷ്യന്, പുറത്തെയുള്ള മനുഷ്യന് വലിയ ക്വാളിറ്റിയോ വിദ്യാഭ്യാസമോ ഇല്ലെങ്കിലും അകത്തെ മനുഷ്യൻ വലിച്ചെടുക്കണം. ഹല്ലേലൂയ. ഈ വലിയ വലിയ വൃക്ഷങ്ങൾ വളം വലിച്ചെടുക്കുന്നത് പോലെ ഇവിടെ വെളിപ്പെട്ട് വരുന്ന ദൈവത്തിന്റെ തേജസ്സിന്റെ വെളിപ്പാടുകൾ, മനുഷ്യപുത്രന്റെ വെളിപ്പാടുകൾക്ക് വേണ്ടി ഈ ലോകത്തിലെ സകല ചരാചരങ്ങളും കാതോർത്തിരിക്കുന്നത് പോലെ നമ്മൾ അതിനു വേണ്ടി കാതോർത്തിരിക്കണം. മനുഷ്യപുത്രൻ ഒരു വെളിപ്പാട് പറഞ്ഞാൽ ഇവിടെ പലർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ ഇവിടെയുള്ള കാക്കയ്ക്കും പൂച്ചയ്ക്കും അത് കേൾക്കാൻ വേണ്ടിയിരിക്കും. മല വരെ കാതോർത്തിട്ടിരിക്കുക. എന്താണ് അപ്പൊ അദ്ദേഹം പറയാൻ വേണ്ടി പോണേ? ഇവിടെയുള്ള വലിയ വലിയ മലകൾ, ഇവിടെയുള്ള വലിയ വലിയ കടലുകൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ആമേൻ. കാരണം അത്രത്തോളം ആഗ്രഹം ഈ ലോകത്തിലെ സകല ചരാചരങ്ങൾക്ക് ഉള്ളപ്പോൾ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച നമുക്ക് ഓരോരുത്തർക്കും എത്രത്തോളം ഉണ്ടാകണം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോടൊന്ന് നന്ദി പറഞ്ഞാട്ടെ. ദൈവം എന്നെ കാണിക്കുന്നത് വലിയൊരു ഗ്ലോറി മഴ ഇവിടെ പെയ്യുന്നത് എന്നെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു ഗ്ലോറി റെയിൻസ് ദൈവം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ കാണിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് എലിയാവിന്റെ കാലത്തുള്ള മഴയല്ല, ഇത് ഗ്ലോറി റെയിൻസ്, തേജസ്സിന്റെ മഴ ഈ മീറ്റിംഗിൽ പെയ്യുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഈ മീറ്റിംഗ് അത് പെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് ഇവിടെ തന്നെ ദൈവം ഈ നാളുകളിൽ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദിവസം ഞാനിവിടെ പല സ്ഥലത്തൊക്കെ പോയി സംസാരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ 5 വർഷമായിട്ട് അങ്ങനെ പല നിലയിൽ രോഗം സൗഖ്യം പ്രാപിച്ചവരൊക്കെയുണ്ട്. 5 വർഷമായിട്ട് കൈ പോക്കാൻ പറ്റുന്നില്ല, പക്ഷെ അവർ സൗഖ്യമായി. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ കാര്യം, നമ്മൾ ഇവിടെ പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല, കർത്താവിന്റെ പ്രവൃത്തിയും കൂടി കാണിക്കാനാണ് ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നത്. എന്നെ പാസ് ഇവിടെ വരുന്നവരൊക്കെ അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ പറ്റുന്നില്ല, വീട്ടില് അനുകൂലമല്ല, പക്ഷെ 5 വർഷം കൊണ്ട് കൈ ഇത്രേ പൊങ്ങത്തുള്ളൂ, പക്ഷെ ഇപ്പൊ ഫുള്ളായിട്ട് പോകും. ഹല്ലേലൂയ. എനിക്കത് അറിയത്തില്ല. കാരണം എന്താ? ഒരു കാര്യത്തെ തെളിയിപ്പാൻ ദൈവത്തിന് അറിയാം. ഇതിന്റെ സകല ഉത്തരവാദിത്വവും സ്വർഗത്തിലെ ദൈവമാണ്. കാരണം ഇത് ദൈവത്താൽ നിർണയിക്കപ്പെട്ട, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വളരെ റെയർ ആയിട്ടുള്ള ആളുകളെ മാത്രമേ ഇതിൽ എണ്ണപ്പെട്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് വലിയൊരു പ്രത്യേകതയിലേക്ക് കർത്താവ് നയിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ എണ്ണ കയ്യിലെടുത്തിട്ടുണ്ടോ? എനിക്ക് കർത്താവ് അങ്ങനെ ഇടപെടിയാണ്. എണ്ണ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ എണ്ണ എപ്പോഴും കരുതണമെന്നുള്ള അഭിഷേകം ചെയ്യും. ശൈലകാലകട എന്ന് പറഞ്ഞില്ലായിരുന്നോ? എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ആ അഭിഷേക എണ്ണ കയ്യിലുണ്ടോന്നു കർത്താവ് ചോദിച്ചു. ഇപ്പൊ അന്തരീക്ഷത്തിലേക്ക് നിൽക്കുന്നുണ്ട്. കടല് കടക്കുന്ന കർത്താവ് പറയണം. ഈ വെയിറ്റിംഗ് പ്രധാനമല്ല, കടല് കടന്ന് യാത്ര ചെയ്യും. എന്നെ കാണിക്കുന്നത് യൂറോപ്യൻ സീ ഒക്കെ എന്നെ കാണിക്കുന്നത്. എന്തിനു വേണ്ടിയൊക്കെയോ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ വെയിറ്റിംഗ് വൃഥാവല്ല. ഈ കാലഘട്ടത്തിൽ, ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് അർത്ഥശൂന്യമായെന്ന് നമ്മുടെ പല സാഹചര്യങ്ങളിലും പലരിലൂടെ എഴുതി കാണിച്ചാലും കർത്താവ് പറയുന്നില്ല, മകനെ ഞാൻ നിന്നെ നടത്തും. യൂറോപ്യൻ കൺട്രിയിൽ ഞാൻ നീ ആരാണെന്ന് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവനെ ആർക്കും വിധിക്കാൻ കഴിയത്തില്ല, ആർക്കും ഒതുക്കാൻ കഴിയത്തില്ലെന്ന് ദൈവം വെളിപ്പെടുത്താൻ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്.
പറയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ വന്നിങ്ങനെ ഒരു കൈ പോലെ വന്ന് തൊടുകയാണ്. അത് കാരണം ഇത് ഉറപ്പാണെന്ന് തന്നെ പറയുക. ഈ പറയുന്ന ആലോചന റബാനാസിയ അതുരഘടക സന്തനാലഘടകസിയ യൂറോപ്യൻ കൺട്രി എന്നുള്ള സ്ഥലങ്ങളിൽ ഞാൻ നിന്നെ നടത്തും. കടല് കടക്കുമെന്ന് ഉറപ്പാണ് കർത്താവ് പറയുന്നത്. യൂറോപ്പിനാണെന്ന് എനിക്ക് കൺഫേം ആക്കണം, പക്ഷെ കടല് കടക്കും. ഉടമലഘടകസിയ അതുരമലഘടക സന്തനാലഘടകസിയ അതുരാലഘടക ശൈല പടകരതലഘടകസി അതുരമലഘടക ശൈലാരോഗോസിയ. ഓ ഹല്ലേലൂയ. ഒരു സ്റ്റെപ്പ് മുമ്പിൽ വെച്ചാണ് പാസ്റ്ററെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഒരു സ്റ്റെപ്പ്, കടല് കിടക്കുന്നത് ഒരു സ്റ്റെപ്പ് വെച്ച് ഒന്ന് മനസ്സിൽ കണ്ടാട്ടെ. കടല് കിടക്കുന്ന മുമ്പിലിരിക്കുന്ന ചില റെഡ് സീ പോലെയുള്ള ചില യോർദാൻ സമാനമായിരിക്കുന്ന ചിലതിനെ ചവിട്ടി താഴ്ത്തി മുമ്പോട്ട് കയറി വരിക, മുമ്പോട്ട് കയറി വരിക എന്ന് പറയുന്നത് പോലെ പുതിയ അനുഭവങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നടത്താൻ തയ്യാറ്. ദൈവത്തിന്റെ ആത്മാവ് ചെയ്യിപ്പിക്കുന്നതിനായി സ്തോത്രം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി സ്റ്റെപ്പ് എടുക്കുന്നു. അത് വാക്തത്വമാണെന്ന് പറയുന്നത് ഒരു പ്രോമിസ് ലാൻഡ് ആണ്. കടല് കിടക്കുന്നത് ഒരു വാക്തത്വങ്ങളിലേക്ക് നടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു പദ്ധതി മുമ്പിലുണ്ട്. റബന സന്തന റഗടകസിയ അതുരബലഘടക ശൈലകാലഘടകസിയ അതുരബലഘടകസിയ. ദാവീദിനെ അഭിഷേകം ചെയ്തെങ്കിലും അവന്റെ മേലുള്ള വാക്തത്വങ്ങൾ വെളിപ്പെട്ടത് അവൻ അനോയിന്റിങ്ങും, പക്ഷെ ദൈവം വെച്ചൊരു സമയമുണ്ട്. ആ സമയത്താണ് അവന്റെ തലയെ ദൈവം ഉയർത്തിയത്. ശൗലിനെ മാറ്റിയിട്ട് ദാവീദിനെ അഭിഷേകം ചെയ്തെങ്കിലും ദൈവം കുറച്ച് സമയം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രോമിസ് ലാൻഡ് ചില കിരീടം കൂടി ദൈവം അണിയിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മ നടത്തും. ദൈവാത്മ പറയുക, ചില ആത്മീയ അഭ്യാസങ്ങളെ പഠിപ്പിച്ചിട്ടേ ദൈവം കടത്തിവിടത്തുള്ളൂ. ഹല്ലേലൂയ. ചില ആത്മീയ അഭ്യാസം കൂടി പഠിപ്പിക്കും കർത്താവ്. ഹല്ലേലൂയ. ഉടമലഘടക ശൈലനാലഘടകസിയ അതുരാലഘടക ശന്തനാലഘടകസി. അങ്ങനെ വലിയൊരു പദ്ധതി പരിശുദ്ധാത്മ വെച്ചിട്ടുണ്ട്. ദൈവങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. Lucia Doro Zekere Daramashe Roche Derese Rimase Dorose Rose Derese Derese Doro Mama Lema Mama Sia Doro Shekere Derese. Angels, hallelujah, amen, hallelujah. Angels are releasing, angels are releasing. Rosia Dorasi Lele Masia Doro Shekere Mama Armasia Doro Shekere Ale Mama Shekere Dorose. Jesus. Udamare ചിലർ കാണട്ടെ. റീമാന റെബൽ റോസി ഹലി 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 ഹലിയ 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 റേതോറിയ ലേലെ മാസിയ തോറിയ. ചിലരുടെ കൈയുടെ വേദനകളെ കർത്താവ് സൗഖ്യമാക്കുന്നു. ആമേ. ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ കർത്താവ് ആ സൗഖ്യമാക്കുന്ന റാഫ ഹാമ റാസിയ റാഫ 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 ഹോവ റാഫ സൗഖ്യമാക്കുന്ന ഏഞ്ചൽസ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. റമാസിയ ഹൽ പ്രസി ഷമോറുഹോസിയ ഹൽ ത്രസി കലാസി ഹൽ പ്രഗോസിയ അംബ്രോസിയ ഹത്രോസി ഹൽ പ്രകേസി അസീമനാസിയ രേതേരസിയ. ചിലരുടെ ശരീരത്തിലെ പ്രയാസങ്ങളെ കർത്താവ് ഹീൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. റിബാമാസിയ. Thank you Jesus. ദൈവത്തിന്റെ സാന്നിധ്യം ദൈവമക്കളെ നമ്മൾ ജീവനുള്ള അവയവങ്ങളിലേക്ക് ദൈവം നമ്മൾ നടത്തുന്നു. ശരീരത്തിന്റെ ഇന്നർ ഓർഗൻസ് ഔട്ടർ ഓർഗൻസ് എവിടെയെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവ് ജീവൻ നൽകി തരുന്നു. യെസ് യെസ്. ജീവന്റെ ആത്മാവ് ഇന്നർ ഓർഗൻസ് ഔട്ടർ ഓർഗൻസ് എല്ലാം കർത്താവ് സൗഖ്യമാക്കുന്നു. രണ്ടായിരിക്കുന്ന ചില ഓർഗൻസിലേക്ക് ഇന്ന് യേശുവിന്റെ ജീവൻ വചനം വെളിപ്പെട്ടതുപോലെ ആ വചനത്തിന്റെ ശക്തി ഇന്ന് ജീവനെ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഇന്നർ ഔട്ടർ ഓർഗൻസിൽ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. റബാസിയ ധോറിയ ശബാനിയ. ചില മാർഗങ്ങളെ കർത്താവ് നിയോഗിക്കും ചിലർക്ക് വേണ്ടി.
ചില മാർഗങ്ങൾ അടഞ്ഞു കിടക്കുന്ന ചില വണ്ടി പോലെ ഇന്ന് ചില വണ്ടികൾ ഷട്ട് ഡൗൺ കിടക്കുമ്പോൾ ഷെട്ടി കിടക്കുന്നത് പോലെ ഇന്ന് ആ ഷെട്ടി കിടക്കുന്ന വണ്ടിയെ പരിശുദ്ധാത്മാവ് പിടിച്ച് പുറത്തോട്ട് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പുറത്തോട്ട് കൊണ്ടുവരുവാൻ പെട്ടെന്നൊരു വാക്യം ഒന്ന് ദൈവത്തിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം പെട്ടെന്ന് തന്നെ അപ്പോസ്തല 4-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്താൽ ആമേൻ. ഹല്ലേലൂയ. താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. ഹല്ലേലൂയ. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വചനം പ്രസ്താവിക്കുകയാണെങ്കിൽ ധൈര്യത്തോടെ പ്രസ്താവിക്കണം. പക്ഷെ പരിശുദ്ധാത്മാവ് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ വചനം പ്രസ്താവിക്കുന്നത് വെറും ഒരു കാര്യത്തിനല്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുക. ഹല്ലേലൂയ. ഗ്ലോറി ഡയമെൻഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വെളിപ്പെട്ടു വരുന്ന റെവലേഷൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം വെളിപ്പെടുത്തും. ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തും. മനുഷ്യന്റെ മുൻവിധികളും മുൻധാരണകളെയും മാറ്റുന്നതാണ് വചനത്തിന്റെ ശക്തി. പക്ഷെ അത് നമ്മളത് വെളിപ്പെട്ട് വന്നാൽ മാത്രമേ നമ്മളിലൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെട്ട് വരത്തുള്ളൂ. അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ആമേൻ. നമ്മൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങുന്നുണ്ടോ? കേവലം കുലുങ്ങിയാലും പാലം കുലുങ്ങൂല. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പാലം കുലുങ്ങണം. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്ന ചില പാലമൊക്കെ കുലുങ്ങണമെങ്കിൽ ദൈവശക്തി ഇറങ്ങണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ദൈവശക്തിക്ക് വേണ്ടി നമ്മൾ ഇരിക്കുന്നുണ്ടോ? ഇന്ന് ശക്തി വെളിപ്പെട്ട് വരുമ്പോൾ ഈ നിലവാരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ എഴുന്നേൽപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകങ്ങളിലെല്ലാം സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ദൈവപ്രവൃത്തിയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ സൗഖ്യമായ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാൽ നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ, ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നതിലുപരിയായി വചനത്തിനാണ് അവിടെ പ്രാധാന്യം കൊടുത്തത്. അപ്പൊ വചനം എന്നത് ദൈവമാണ്. ഇവിടെ ഞാൻ എഴുന്നേറ്റിരുന്നപ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, നീ പറ, നിന്റെ വാ തുറക്ക്, ബാക്കി ഞാൻ പ്രവർത്തിച്ചോളാന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ അകത്ത് ഒരു ഉറപ്പുണ്ട്, കർത്താവ് പറഞ്ഞാൽ അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനത്തോടൊപ്പം തന്നെ ദൈവത്തിന്റെ ദൂതന്മാരുമുണ്ട്, ദൈവ പ്രവൃത്തി ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. അമ്മച്ചി അടുത്ത ദിവസങ്ങൾ കറണ്ട് പോകുമ്പോ അമ്മച്ചി ബോഡിയൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ. ബോഡിയൊക്കെ ഒന്ന് നോക്കണം, ലൈറ്റും തോന്നും. തമാശ പറഞ്ഞല്ല. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് എന്നോട്, ഞാൻ അത് പറയുമ്പോൾ അത് സംഭവിക്കുമെന്ന് ഞാൻ അങ്ങനെ വിശ്വസിക്കുക. ആമേൻ. ഹല്ലേലൂയ. അവർ ചിന്തിക്കണം, ഈ കറണ്ട് പോയ സ്ഥലത്ത് എന്താണ് ഒരു മിന്നാമിനിങ് പോലെ, മിന്നാമ്പായം പോലെ എന്നൊക്കെ പറയും ചിലര്. വണ്ടി കൊണ്ടുപോകുമ്പോൾ പറയാറില്ലേ, ഒരു മിന്നായം പോലെ എന്തായി പോണെന്ന് പറഞ്ഞ പോലെ അവര് കാണും ഒരു വലിയൊരു പ്രകാശം നടന്നു പോകുന്നു. ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ അമ്മച്ചിയായിരിക്കും. ഹല്ലേലൂയ. അങ്ങനെ ഒരു വലിയൊരു ദൈവ പ്രവൃത്തി അമ്മച്ചിയിലൂടെ ദൈവം ചെയ്യും. മനുഷ്യൻ വിധി എഴുതിയവരെയാണ് കൂടുതലും ദൈവം ഉപയോഗിച്ചിട്ടുള്ളൂ. മനുഷ്യൻ തള്ളി വരും, മനുഷ്യൻ അവന്റെ മുൻധാരണ കൊണ്ട് വിധിക്കുന്നവരെ മാത്രമേ ദൈവം കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം ബലമുള്ളവനെ ലജ്ജിപ്പാൻ ബലഹീനമായവരെ തെരഞ്ഞെടുത്തു, ജ്ഞാനിയെ ലജ്ജിപ്പാൻ ഭോഷത്വമുള്ളവരെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ഇത് ഭോഷത്വത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിക്കപ്പെടുവാണ്. കർത്താവേ, ഞാൻ ബലഹീനനാണ്, ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ കാണാൻ പലപ്പോഴും എന്റെ പുറമെയുള്ള ശരീരം, എന്റെ എക്സ്പീരിയൻസ് അനുവദിക്കുന്നില്ല. ഇന്ന് അതിനെ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മമനുഷ്യന് ഏൽപ്പിക്കപ്പെട്ട പൂർണ്ണമായും ഇവിടെ അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയായിരിക്കും, അടയാളങ്ങളുടെ ഒരു പരമ്പരയായിരിക്കും. കാരണം വചനത്തെ വെളിപ്പെടുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഈ ശക്തിയിലൂടെ വെളിപ്പെട്ടു വരുന്നത്
ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു മനുഷ്യനും ഒതുക്കാൻ കഴിയത്തില്ല. കാരണം എന്താണ്? ഇവനെയൊക്കെ നിർമ്മിച്ചത് ഈ പരിശുദ്ധാത്മാവായതുകൊണ്ട് ഇതിനെ വിലക്കുവാനോ ഒതുക്കുവാനോ ശ്രമിച്ചവരെല്ലാം ദൈവം ഒതുക്കിയിട്ടുള്ളൂ. പക്ഷെ ഇതിലൂടെ വെളിപ്പെട്ടു വരുന്നത് അവനെ നമ്മളെ എല്ലാവരും നയിച്ച് വെളിപ്പെടുത്തി ഇതുവരെ എത്തിച്ച് ഉളവാക്കിയത് സ്വർഗത്തിലെ ദൈവമാണ്. അവന്റെ ആത്മാവാണ്. ഈ ആത്മാവിൽ ആരൊക്കെ നിറയുന്നുവോ അവരുടെ അകത്തിലൂടെ ഈ പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. പലരും പറയാറില്ലേ, എനിക്ക് പറ്റത്തില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് മുമ്പോട്ട് പോകണമെന്നില്ല. ഒരു കാര്യം ചെയ്താൽ മതി, ആത്മാവിൽ നിറഞ്ഞാൽ മതി, ആത്മാവിൽ ബലപ്പെട്ട മതി. അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങും. അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി എന്ന് പറഞ്ഞു. ഇവിടെ എത്ര പേര് പ്രാർത്ഥിച്ചു, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങണമേ എന്ന്. പോട്ടെ, എനിക്കെങ്കിലും ഒരു കുലുക്കമുണ്ടാകണമെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇനിയുള്ള പ്രാർത്ഥന വരുമ്പോൾ ഈ പുള്ളി കുലുങ്ങിയില്ലെങ്കിലും എനിക്കെങ്കിലും ഒരു കുലുക്കമുണ്ടാകണമേ, കുലുക്കമുണ്ടാക്കണമേ കർത്താവേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഒരുക്കി വരണം. ഈ പുറമെയുള്ള ശരീരം കുലുങ്ങുമ്പോഴാണ് അകത്തുള്ളത് പോതാണെന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലെ? ചില തേങ്ങയൊക്കെ കുലുക്കുമ്പോൾ അറിയാൻ പറ്റും അകത്തുള്ളത് നല്ലതാണോ അല്ലേ? കുലുക്ക് നോക്കിയപ്പോൾ അറിയാൻ പറ്റും. അപ്പൊ കുലുക്കം കാണുമ്പോൾ അറിയാൻ പറ്റും സ്തോത്രം ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ഒറിജിനൽ ആത്മാവിനെയാണ്. അതുകൊണ്ട് നമ്മൾ ആരും പേടല്ല, പക്ഷെ പേടാവാൻ നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് തന്നിരിക്കുന്നത് ജെന്യുവിൻ സ്പിരിറ്റിനെയാണ്. ആ സ്പിരിറ്റിന്റെ പ്രവൃത്തിയാ നമ്മളിലൂടെ വെളിപ്പെടുത്തു വരേണ്ടത്. ആ വെളിപ്പെട്ടു വരുവാൻ നമ്മൾ ദൈവത്തിന്റെ മുമ്പിലും വചനത്തിന്റെ അധികാരത്തിന്റെ മുമ്പിൽ കീഴടങ്ങി അനുസരിച്ച് നിന്നാൽ ദൈവം നമ്മളിലൂടെ അത് ചെയ്തെടുക്കും. ഹല്ലേലൂയ. കാരണം ഇത് ദൈവ മഹത്വത്തെയാണ് ഇത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യന്റെ മഹത്വത്തിനല്ല. ഇവിടെ ദൈവത്തിന്റെ പ്രവർത്തിക്കുകയാണ് ഇവിടെ മുൻഗണന. ഹല്ലേലൂയ. അതുകൊണ്ട് കൂടിയിരുന്ന സ്ഥലം കുലുങ്ങണമെങ്കിൽ അവരുടെ അകത്ത് വ്യാപരിച്ചത് ജെന്യുവിനാത്മാവാണ്. ഹല്ലേലൂയ. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ നമ്മൾ കുലുങ്ങിയാണ്, പക്ഷെ നമുക്ക് അവനെ കുലിക്കാൻ പറ്റുന്നില്ല. ഇനി തൊട്ട് നമ്മളതിനെ കുലിക്കണം. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ജെന്യുവനാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ നമ്മളെ കുലിക്കാൻ പറ്റത്തില്ല. നമ്മുടെ അകത്തുള്ള പരിശുദ്ധാത്മാവ് അത് ജെന്യുവൻ തന്നെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ജെന്യുവനായ ശക്തിയുടെ പ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട അപ്പച്ചനല്ല, കുറച്ച് പൈസയൊക്കെ ഉണ്ട്. ഈ അപ്പച്ചന്റെ അടുത്ത് വന്നപ്പോൾ കുറച്ച് പേര് JCB ആയിട്ട് വിശ്വാസിയായതുകൊണ്ട് പുള്ളിയുടെ പ്രാർത്ഥന കേട്ടിട്ട് പുള്ളിക്ക് അവർക്ക് പ്രയാസമെന്ന് പറഞ്ഞ് രാത്രി 12 മണിക്ക് 3-4 JCB ആയിട്ട് കുളിക്കാൻ വേണ്ടി വരികയാണ്. മതിൽ കുളിക്കാൻ. രാത്രി പെന്തക്കോസ്തുകാർ ദൈവങ്ങളാണെന്ന് പറയത്തില്ലല്ലോ. 3-4 JCB വന്നപ്പോൾ അപ്പച്ചൻ എന്റെ ദൈവമേ എന്ന് വിളിച്ചോളൂ. ഒടുക്കത്തെ ഇടിവെട്ടും മഴയും പെയ്ത് ഇടിവാൻ പടാന്ന് പറഞ്ഞ് വെട്ടിക്കൊണ്ടിരിക്കും. JCB എല്ലാം ഇട്ടേച്ച് അവര് വീട്ടിലോട്ട് ഓടി. ഇതാണ് ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ആര് പൊളിക്കാൻ ശ്രമിച്ചതോ അവനെ പൊളിക്കുന്ന ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ആ ബോധ്യത നമ്മുടെ അകത്തുണ്ടെങ്കിൽ വലിയൊരു പൊളി ഈ ദേശത്ത് ദൈവം ചെയ്യും. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് ദൈവശക്തിയോടെ ഇതിനെ പൊളിച്ചു മാറ്റണം. ഹല്ലേലൂയ. ആ അധികാരം ഉപയോഗിക്കുന്നത് നാം ഓരോരുത്തരുമാണ്. ആ ദേശത്ത് ഇരുന്നുള്ള സ്ഥലം അവര് കുലുക്കിയെങ്കിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഈ ദേശം മൊത്തം കുലുങ്ങണം. ഇവിടുത്തെ പഞ്ചായത്ത് കുലുങ്ങണം. ഇവിടുത്തെ ആ ഭരണാധികാരികൾ വരെ കുലുങ്ങണം. ആ കുലുക്കം അന്ന് നടന്ന അവര് മാത്രം കുലുങ്ങിയെന്ന അല്ലെ, ഇരുന്ന സ്ഥലം കൂടി ഇരുന്നവർ മാത്രം കുലുങ്ങിയെന്ന. പക്ഷെ ഇന്നുള്ള കുലുക്കം കുറച്ചൊരു അപ്ഡേഷൻ വേണ്ടേ? ഹല്ലേലൂയ. ഒരു അപ്ഡേഷൻ നടക്കണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവർ ഒന്നാമത്തെ കാര്യം നമ്മൾ കുലുങ്ങാനൊന്ന് ശ്രമിക്കണം. എന്നിട്ട് ഈ കുലുക്കം ശക്തിയോടെ വരുമ്പോൾ ഈ ദേശമൊക്കെ ശരിക്കും അങ്ങോട്ട് കുലുങ്ങും. ഹല്ലേലൂയ. ആ കുലുക്കം ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും. അവിടെ ധൈര്യം വെളിപ്പെട്ടു വരും. കാരണം ഇവിടെ പ്രസ്താവിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. മനുഷ്യന്റെ വചനമല്ല. ഇത് വചനം എന്താണെന്ന് അതിന്റെ ഉത്തരവാദിത്വമുള്ളവർ അത് ചെയ്തെടുക്കും. ആ പ്രവൃത്തിയാണ് ദൈവം നമ്മളിലൂടെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി നമ്മൾ കുലുക്കാൻ നിൽക്കരുത്. നമ്മൾ മറ്റുള്ള കാര്യത്തെ നമ്മൾ കുലുക്കാൻ നോക്കണം. നമ്മുടെ മുമ്പിലുള്ള ഏത് വിഷയത്തെ ഏത് സാഹചര്യത്തെയും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ
നമ്മൾ കുലുങ്ങണം. നമ്മുടെ ആ ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മൾ ദൈവ വചനം പ്രസ്താവിക്കും. 2-3 പേരോട് യേശുവിനെ കുറിച്ച് പറയണം. ഹല്ലേലൂയ. യേശു മാത്രമേ സത്യമുള്ളൂ, അതാണ് ഏക സത്യമെന്ന്. ആ ദൈവമാണ് ദൈവം. ആദ്യമൊക്കെ എനിക്ക് നേരത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പറയുന്ന സമയത്തൊക്കെ 3-4 പേരൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് യേശു മാത്രം എന്ന് പറയണത്. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഞാൻ അങ്ങ് ഏൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പോയി സുവിശേഷം പറയാൻ തുടങ്ങി. അവിടെ പല ഭീകരന്മാരും പല പ്രശ്നത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ കൈക്ക് പിടിച്ച് പറയാൻ തുടങ്ങി. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ കാണുന്ന ഹനുമാന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ രാമന്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ അള്ളാടെ കൂട്ടത്തിലുള്ള ഒരാളല്ല യേശു. അതിൽ വളരെ വ്യത്യസ്തനാണ് യേശു. അതുകൊണ്ട് ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും യേശുവിന് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് സ്വീകരിക്കുകയാണെങ്കിൽ, ഈ ധൈര്യമൊക്കെ കാണിക്കുന്നത് സ്വീകരിച്ച അല്ലേ? ഹല്ലേലൂയ. ചിലർക്ക് ധൈര്യം കാണിക്കുന്നതിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അതല്ല കാണിക്കേണ്ടത്. ചേട്ടന്റെ ധൈര്യം കാണിക്കേണ്ടത് യേശുവിനെ സ്വീകരിച്ചിട്ടാണ്. ആമേൻ. അങ്ങനെ ചിലരൊക്കെ അത് സ്വീകരിക്കാനും സംസാരിക്കാനും നമ്മൾ കാരണം എന്ത്? ഇതിന്റെ എല്ലാം പ്രാധാന്യത പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അകത്തുണ്ടായിരിക്കണം. നമ്മൾ കുലുക്കുന്നവരായിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കുലുങ്ങുന്നവരായിരിക്കണം. നമ്മൾ ദൈവത്തെ അനുസരിച്ചും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടും നിന്നാ മാത്രമേ അല്ലേ നമ്മളിലൂടെ ഒരു കുലുക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് പ്രൈസലോട് പറഞ്ഞു, അവർ ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം അവർ ഇരുന്ന സ്ഥലം കുലുക്കിന്ന് പറഞ്ഞ് താഴോട്ടൊക്കെ പോകുമ്പോ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ നിർത്താം. താഴോട്ട് ഒന്ന് വായിച്ചാട്ടെ. ഞാൻ അല്ല അതിന്റെ അപ്പോസ്തലർ 3:6 വായിച്ചേ. 3:6 നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ അറിയാം. നമുക്ക് അതിന്റെ ഭാഗം അറിയാൻ വേണ്ടി വായിച്ചത്. മതി. പിന്നെ അപ്പോസ്തലർ 2:22 ഇസ്രായേൽ പുരുഷന്മാർ ഈ വചനം കേട്ട് കൊള്ളുവീൻ. 2:22 ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ. ഇവിടെ പറയുന്നത് ഇസ്രായേൽ പുരുഷന്മാരെ ഈ വചനം കേട്ടുകൊള്ളുവിൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും. കണ്ടോ? ഹല്ലേലൂയ. അപ്പൊ യേശുവിനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് നമ്മുടെ യേശു ചെയ്തിട്ടുണ്ടോ എന്നാണ്. ചിലർ പറയാറുണ്ട് പ്രസംഗിച്ചാൽ മതി, വേറൊന്നും ചെയ്യണ്ട. ഹല്ലേലൂയ. പുള്ളിയുടെ കുത്തകയല്ലല്ലോ ശുശ്രൂഷ. ഇത് കർത്താവ് എന്ന് പറഞ്ഞു, അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞു, അത് ചെയ്യാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുവിനെ ദൈവം അങ്ങനെ ഉപയോഗിച്ചെങ്കിൽ യേശുവിനേക്കാൾ അധികമായിട്ട് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മളിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. ചെയ്തിട്ടുണ്ടോ? യേശു ചെയ്തിട്ടുണ്ടോ? ഉണ്ടല്ലേ? ആമേൻ. അതുകൊണ്ട് അമ്മച്ചിയിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. സുബി ചെയ്തിട്ടില്ലേ? ആമേൻ. യേശുവിലൂടെ ദൈവം സുമിയിലൂടെ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒളിച്ചിരിക്കാത്ത നേരിരിക്കും. ഹല്ലേലൂയ. അവ സുമിയിലൂടെയും ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതെല്ലാം പറയുമ്പോഴും സുമി അറിയാത്ത സുമിയുടെ അകത്തുള്ള ആത്മമനുഷ്യൻ ക്യാച്ച് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പുറമെയുള്ള മനുഷ്യന് ക്ഷീണം വന്നാലും ആത്മമനുഷ്യൻ ക്യാച്ച് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ ആത്മശക്തിയിലൂടെ സുമിയിലൂടെയും ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലേ? ആമേ. ആന്റിയുടെ വിഷയങ്ങൾ ഓർത്ത് ആന്റി ഭാരപ്പെടേണ്ട. ആന്റി ആത്മാവിൽ എന്ത് ചെയ്താൽ മതി? ഒന്ന് ശക്തിപ്പെട്ട് കുലുങ്ങിയാൽ മതി. അപ്പൊ ആന്റി കുലുങ്ങിയല്ലേ, ഈ അതിനെ കുലുക്കണം. ഹല്ലേലൂയ. രാവിലെ പറഞ്ഞ മെസ്സേജ് അതൊക്കെ തന്നെയാണ്. അത് അതായിട്ട് കണക്ഷൻ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ശക്തി ആന്റി അങ്ങ് സ്വീകരിച്ചു വരുമ്പോൾ ഈ പ്രവൃത്തി ആന്റിയിലൂടെ വെളിപ്പെട്ടു വരും. കാരണം നമ്മുടെ നാഥനായ കർത്താവ് ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രസംഗിച്ചുകൊണ്ട് നടക്കാനല്ല, അത് ചെയ്യാൻ, അതിനേക്കാൾ അധികമായി ചെയ്തെടുപ്പാൻ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിനു വേണ്ടി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളുകളിൽ തന്നെ നമ്മൾ സ്റ്റെപ്പ് എടുക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇവിടെ അനേകം പേര് വന്നോട്ടെ, വരാതിരിക്കട്ടെ, പക്ഷെ നമ്മളിലൂടെ നമ്മളത് ചെയ്യുന്നുണ്ടോ? നമ്മളിലൂടെ വരാത്തതിന്റെ കാര്യം എന്താണ്? ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ നമ്മുടേത് നിശ്ചയമായിട്ടുണ്ട്. പക്ഷെ നമ്മളതിന് എന്ത് ചെയ്യണം? നമ്മളതിനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളതിന് ഉപയോഗിക്കാത്തിടത്തോളം കാലം ഒരു കാര്യവും ഡെവലപ്പ് ആകത്തില്ല.
ആമേൻ, ഹല്ലേലൂയ. ആരോ ഒരാൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാനുണ്ട്, എന്റെ ചില കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് ഇറങ്ങാന്ന് പറഞ്ഞു. ക്രമീകരിച്ചിട്ട് അപ്പൊ പാസ്റ്റർ പറഞ്ഞാണ്, നീ ഇനിയിപ്പോ ക്രമീകരിക്കാൻ പോണ്ട, ഇനിയിപ്പോ അത് ക്രമീകരിച്ചിട്ടായിരിക്കും നീ ഇറങ്ങാൻ വേണ്ടി പോകണം. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം ഓർഡർ ആക്കിയിട്ട് നമ്മൾ ചെയ്യാന്ന് വിചാരിച്ച ഒന്നും നടക്കത്തില്ല. ആമേൻ. എന്ത് തീച്ചൂട് അവസ്ഥയിൽ നമ്മൾ നിന്നാലും, എന്തെല്ലാം വാളിന്റെ മുമ്പിൽ നമ്മൾ നിന്നാലും അതിനെ ചവിട്ടി നമ്മൾ ദൈവമേൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം. ആമേൻ. അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. നമ്മുടെ ക്വാളിറ്റിയോ നമ്മുടെ കായബലം കൊണ്ടോ അനുഭവം കൊണ്ടോ പറച്ചില് കൊണ്ടോ ഒന്നുമല്ല, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി അനേക രാജ്യങ്ങളെ കുലുക്കുന്ന. അപ്പോസ്തലന്മാർ രാജ്യങ്ങളെ കുലുക്കിയിട്ടുള്ളൂ, അവർ രാജ്യങ്ങളെ തളർത്തിയിട്ടില്ല, അവരാരെ ഒതുക്കിയിട്ടില്ല, അവർ ആളുകളെ എഴുന്നേൽപ്പിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഈ അപ്പോസ്തലമോ രാജ്യങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും മാറും. കാരണം ഇതൊരു അപ്പോസ്തല പ്രവൃത്തി മാത്രമല്ല, ഇത് പല ശുശ്രൂഷകളെ തിരുത്തി കുറിക്കുന്ന ഒരു ഹിസ്റ്റോറിക്കൽ എവിഡൻസിനെ വെളിപ്പെടുത്തുന്ന ദൈവം വെച്ചിരിക്കുന്ന ആധിപത്യങ്ങളെ. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആര് എനിക്ക് വേണ്ടി എഴുന്നേൽക്കും? ഹല്ലേലൂയ. ആര് ആ പുസ്തകം തുറക്കും എന്ന് ചോദിച്ചപ്പോൾ ഭൂമി ഒരുത്തിനെ കണ്ടില്ല. എന്നാൽ ഇന്ന് ദൈവം അതിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് നാം ഓരോരുത്തരെയുമാണ്. അഞ്ചാം അധ്യായത്തിൽ ഒന്ന് വായിക്കാമോ? എന്റെ മനസ്സിൽ പെട്ടെന്ന് ദൈവാത്മ തന്നുകൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. വായിച്ചാട്ടെ. വെളിപ്പാട് 5:5 1, 2, 3 വാക്യം വായിച്ചാട്ടെ. ഞാൻ സിംഹാസനത്തിലിരിക്കുന്ന എന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. പിന്നെ അപ്പോൾ മൂപ്പന്മാർ ഒരുത്തൻ എന്നോട് കരയണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വീരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. നാമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത്. അനേക കാര്യങ്ങൾ നമ്മുടെ കൺമുമ്പിൽ മറഞ്ഞിരിക്കുമ്പോൾ പല കാര്യങ്ങൾ, ചില മുദ്രകളെ പൊട്ടിപ്പാൻ, ചില ഡയമെൻഷനെ തുറക്കുവാൻ, ചില അത്ഭുതങ്ങൾ ഇതുവരെ ചെയ്തെടുക്കാത്ത അനേക പദ്ധതികൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. പക്ഷെ അതിനെ ആരെ ഏൽപ്പിക്കണം, ആര് ഏറ്റെടുക്കും, ആര് റെസ്പോൺസിബിൾ, ആര് ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ആവുമെന്ന് ഇന്ന് പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ആര് സമർപ്പിക്കുന്നുവോ അവരുടെ മേൽ അത് പകരും. സാധാരണ കാര്യങ്ങൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലതും ഒന്നുമല്ല. ഇന്ന് ഒരു വ്യക്തിയും ചെയ്തെടുക്കാത്ത, ഒരു വ്യക്തി കാണാത്ത അനേക നിലവാരങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ അനേക ഡയമെൻഷനിലേക്ക്, അനേക രാജ്യങ്ങളിലേക്കും ദൈവം വെച്ചിരിക്കുന്ന പല അറകളിലേക്കും പരിശുദ്ധാത്മാവ് നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുക. പക്ഷെ ഇതൊരു കാര്യം ചോദ്യം ചെയ്യാതെ നമ്മൾ ഇതിനെ സ്വീകരിക്കണം. കർത്താവ്, ഞാൻ അതിന് തയ്യാറാണ്. ദൈവം എന്നെ അതിനു വേണ്ടി ഏൽപ്പിക്കുന്നു. കർത്താവ്, എന്റെ അതായ ഒന്നും കൊണ്ടല്ല. ഇന്നും ദൈവത്തിന്റെ മക്കളും ദൈവദാസന്മാരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കരച്ചിലുകൾ ആര് ഇതൊക്കെ മനസ്സിലാക്കൂ. ദൈവത്തിന്റെ ഹൃദയം ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പൊത്തുപോലത്തെ രീതിയിൽ പോകാനല്ല ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനിയും അനേക കാര്യങ്ങൾ ദൈവത്തിന്റെ കയ്യിലുണ്ട്. വ്യത്യസ്തമായ ഡയമെൻഷനുകൾ, വ്യത്യസ്തമായ ശക്തരായ ദൂതനാണ് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ഇന്നും ആ വിളി നമ്മുടെ ചെവിയിൽ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എനിക്കറിയത്തില്ല എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയിപ്പിക്കണമെന്ന്. ഒരു സാധാരണ ഡയമെൻഷൻ അല്ല. നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പ്രസന്റ് കണ്ടീഷൻ ഒന്നും ചിലപ്പോൾ മനസ്സിലാക്കത്തില്ല. ആ നിലവാരങ്ങളിലേക്ക് കർത്താവ് നമ്മളെ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കുകയാണ്. കാരണം യേശു ചെയ്ത അത്ഭുതങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാന വിഭാഗമാണ്. ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ അപ്പൊ 9-ാം അധ്യായത്തില് അത് 40-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. പത്രോസ്
അവരൊക്കെയും പുറത്തിറങ്ങി മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ശവത്തിന്റെ നേരെ തിരിഞ്ഞു. അത് വായിക്കാമോ? പ്രസംഗം 9:40. തബീതെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. അവൻ കൈ കൊടുത്ത് അവളെ എഴുന്നേൽപ്പിച്ചു. വിശുദ്ധന്മാരെയും ശവത്തിന് നേരെ തിരിഞ്ഞു. തബീതെ എഴുന്നേൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിന് നേരെ തിരിഞ്ഞു. കണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള മിനിസ്ട്രിക്ക് വ്യത്യസ്തമായ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതമായ ലീഡിങ് പരിശുദ്ധാത്മാവ് നമുക്ക് തരും. ഹല്ലേലൂയ. ഓരോ മിനിസ്ട്രിക്കും ഓരോ പൊസിഷൻ ഉണ്ട്, ഓരോ പോസ് ഉണ്ട്, ഓരോ രീതികളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ നേരത്തെ മിനിയാണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോട് നിന്റെ 2 കരം ഉയർത്താൻ പറഞ്ഞു. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി ഒന്നും ഞാൻ ചോദിച്ചില്ല, ദൈവം പറഞ്ഞതനുസരിക്കുക. അപ്പൊ ഓരോ മിനിസ്ട്രിക്കും അതിൻ്റെതായ ഒരു പോസ് ഉണ്ട്. ഹല്ലേലൂയ. ഓരോ രീതികളുണ്ട്. അതിനെ മനസ്സിലാക്കാൻ ആത്മാവിൽ എപ്പോഴും നമ്മൾ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മളെ ആ സമയങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ മുട്ടുകുത്തിയ ഈ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. ഈ ഡൽഹിയിൽ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമുക്കൊരു എൻകറേജ്മെന്റ് വേണ്ടിയാണ്. ചാണ്ടി പാസ്റ്റർ ചർച്ചിൽ പാസ്റ്റർ അറിയോ? ചാണ്ടി പാസ്റ്റർ ഡൽഹിയിലെ പാസ്റ്റർ ചർച്ചിൽ രക്ഷിക്കപ്പെട്ട ഒരു പിച്ചക്കാരിയാണ്, പിച്ച തുടങ്ങുന്ന ഒരു ആന്റിയാണ്. അവർ രക്ഷിക്കപ്പെട്ടു. ഒരാഴ്ച കണ്ടായിട്ടുള്ളൂ. അവര് സൺഡേയിലെ പ്രസംഗം കേട്ടിട്ട് തിരിച്ച് ഗ്രാമത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു കൊച്ചു മരിച്ചു കിടക്കുക. അവര് പറഞ്ഞു, ഞാനിപ്പോ കേട്ട യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞ് എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചു ഡെഡ് ബോഡിയാ ഉയർത്തെഴുന്നേറ്റ്. ഹല്ലേലൂയ. പിറ്റേ ദിവസം അവര് സാക്ഷ്യം പറയട്ടെന്ന് പറഞ്ഞപ്പോൾ പാസ്റ്റർ വേണ്ട, മരിച്ചു കയറുന്ന കാര്യമില്ല, അതെല്ലാം ഇവിടെ പതിവായിട്ട് നടക്കുന്ന കാര്യമാണ്. മനസ്സിലായോ? അതുകൊണ്ട് ഇതിനൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇനി എത്രയോ കാര്യങ്ങൾ ദൈവം നമ്മളിലൂടെ ചെയ്തു തരണം. ദൈവമക്കളെ, ഞാനിവിടെ നിർത്താനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങൾ വളരെ വിലയുള്ളതാണ്, വളരെ വിലയുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ മുമ്പിലുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ മുമ്പിലുള്ള സത്യമാണ്. പക്ഷെ അതിനെ നോക്കാനല്ല നമ്മൾ അവന്റെ തലയെ തകർത്ത്, അവന്റെ വാലിനെ തകർത്ത് ജയത്തെ മുടക്കാനാണ് ദൈവം നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നത്. ഒരു വാക്ക് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ അതിനു വേണ്ടി ഒരുക്കണമേ കർത്താവേ. ഞാൻ അതിന് തയ്യാറാണ് കർത്താവേ. എനിക്ക് പല കാര്യങ്ങളും എന്നെ ചുറ്റിപ്പറ്റി ഉണ്ടെങ്കിലും എന്റെ യേശുവേ, നിനക്ക് വേണ്ടി നിലകൊള്ളുവാൻ എന്റെ അകത്തുള്ള ആത്മശക്തിക്ക് കഴിയും. എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ സാഹചര്യം കൊണ്ട് പറ്റത്തില്ല, എന്റേതായ എബിലിറ്റിയോ ക്വാളിറ്റി കൊണ്ട് ഒന്നും പറ്റത്തില്ല. പക്ഷെ എന്റെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തി അത് ജെനുവിനാണ്. അത് ജെനുവിൻ കാര്യങ്ങൾ ചെയ്തെടുപ്പാൻ ദൈവം എന്നെ കണ്ടതുകൊണ്ട് ഈ നാളുകളിൽ അങ്ങനെ ഒരു ധൈര്യം എന്റെ മേൽ പകരണമേ, അങ്ങനെ വചനത്തിന്റെ അധികാരം എന്റെ മേൽ പകരണമേ. ഇത് വെറുതെ പ്രസംഗിച്ചു പോകാനല്ല, അത് അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾ യേശു ചെയ്തതുപോലെ യേശു ചെയ്യുന്ന അതിൽ അധികം ചെയ്യുവാൻ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ, ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. ചിലപ്പോൾ ഈ സമയങ്ങളിലായിരിക്കാം ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ടു വരുന്നത്, നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മൾ അതിനു വേണ്ടി അഭിഷേകം ചെയ്യട്ടെ, അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. വൻ കാര്യങ്ങളെ ചെയ്തെടുപ്പാൻ ദൈവം നമ്മളെ കണ്ടിരിക്കുന്നു. അവരിരുന്ന സ്ഥലം കുലുങ്ങിയതുപോലെ ഈ നാളുകളിൽ നമ്മളെ കുലുക്കുന്ന കാര്യങ്ങളെ കുലുക്കി നമ്മൾ ഇരിക്കുന്ന ദേശവും രാജ്യവും കുലുക്കാൻ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. ഒരു വാക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അതിനുവേണ്ടി എന്നെ ഏൽപ്പിച്ചു തരുന്നു. പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിലേക്ക് എന്നെ വിടണമേ. എന്റെ നിസ്സാര വിഷയങ്ങളെ നോക്കി ഫോക്കസ്ഡ് ആകാതെ യേശുവിലേക്ക് നോക്കുവാൻ ദൈവമേ എന്നെ അധികാരപ്പെടുത്തണമേ. ആ ഗ്ലോറിയിലേക്ക് നീ എന്നെ എഴുന്നേൽപ്പിക്കണമേ. ആമേ. അതിലേക്ക് ദൈവം എനിക്ക് തന്ന എല്ലാ ബോധ്യങ്ങളെ തുറന്നു കാണുവാൻ എന്റെ കണ്ണിനെ തുറക്കണമേ എന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രാപിച്ചോ? പരിശുദ്ധാത്മാവിനെ എഴുന്നേൽപ്പിക്കാനാണ് പോയിരിക്കുന്നത്. നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വിളിക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ആമേൻ. അവൻ തനിക്ക് ബോധിച്ചവർക്ക് പോലെ പകർത്തു കൊടുത്തതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ബോധിച്ചവരുടെ മേൽ ദൈവം ചിലത് പകർത്തു കൊടുക്കും. നിത്യനായ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ നമുക്ക് വേണ്ടി ചില ചോദ്യങ്ങൾ നിന്റെ അകത്തുണ്ട്. ആ ചോദ്യത്തിന് നീ ഉത്തരം നൽകി തരാൻ വേണ്ടി പോകും.
ചില ചോദ്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതെന്താണ്, ഇതെന്താണ്, അങ്ങനെ അതൊന്നും നോക്കണ്ട. കർത്താവിന് ഒരു ചോദ്യം പറയണ്ട, വിട്ടുകൊടുത്തോ. ഇന്ന് ചോദ്യത്തിനുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ കർത്താവ് ഈ നാളുകളിൽ ദൈവം ചെയ്തത്. ചോദ്യങ്ങളാണ് നിന്നെ കറക്കുന്നത്, അത് നിന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുക. അതെല്ലാം എടുത്ത് കളയാൻ കർത്താവ് പറയണം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്തിൽ പുരങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്തിൽ പുരങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായി. ഭാരം പ്രയാസങ്ങൾ വന്നിടിലും തെല്ലും കുലുങ്ങുകയില്ലായി. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനമെന്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശു കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികൾ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികൾ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമാം ശക്തി നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമാം ശക്തി നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആമേൻ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതം അത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം നടത്തുന്നു. ബുദ്ധിക്കതീതം അത്യത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെ ഉള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൽ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തോത്രം. നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുതിയ ശക്തി, പുതിയ ബലം നമ്മുടെ മേൽ കടന്നു വന്നുകൊണ്ടിരിക്കുക. ആമേൻ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആ പുതിയ ബലം നമ്മളെ ധരിപ്പിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് ആന്റിയോട് പറയുകയാണ്, പുതിയ ബലം ധരിപ്പിക്കാൻ പോകും. ഹല്ലേലൂയ. വസ്ത്രം ധരിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ പുതിയ ബലത്താൽ അണിയിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ.
receive the new strength. Hallelujah. പുതിയ ബലം, കാട്ടുപോത്തിന്റെ ബലം. വിശ്വസിക്കുന്നുണ്ടോ? കാട്ടുപോത്തിന്റെ ബലം പരിചയമുണ്ടോ? ഹല്ലേലൂയ. കാട്ടുപോത്തിന്റെ ബലം. ഹല്ലേലൂയ. ആ കാട്ടുപോത്തിന്റെ ബലം നമ്മുടെ മേൽ വരാൻ പോകുക. ഹല്ലേലൂയ. ഓ റശക്കി തലറബഹസിയ പ്രബലോ ഉഷസി മർ അന്നാസ റഹൽ ബുറു ഉഷസിയ മഹൂറ ഖസിയ ലഹി അർനൗഷസിയ മെഹി അറോഷസിയ റെദോറ ഖല റബിയാലജോഷസിയ. ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടണ്ട, എല്ലാ കാര്യങ്ങളും ദൈവം കരുതി കഴിഞ്ഞു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഓ റഖല ഷെബ്രി അൻറ്റോസിയ പ്രബല ഹസിയ റിബിലി അഷുസോക്രോബോഹുഷസിയ. ഹല്ലേലൂയ. ഓ റശഗില റബിലി അസറബഹഷസിയ. ചില വിദേശ രാജ്യങ്ങളിലോട്ടുള്ള യാത്രകൾ വരാൻ പോകുന്നു. ഓ റഖബല ഹസിയ റുഹുഷസിയ റെമോറഹഷസിയ റെലാഫ്രെനോഷസിയ. നിന്റെ വിശ്വസ്തത ഞാൻ കാണുന്നു മകളെ, ഞാൻ അത് അറിയുന്നു. നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടേണ്ട, നീ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നു, ഞാൻ നിനക്കായി കരുതിയിരിക്കുന്നു, ഞാൻ നിനക്കായി ഒരുക്കിയിരിക്കുന്നു, ഞാൻ നിനക്കായി എല്ലാം നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് അമ്മയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ഓ റഷഹില റോസാറിബൽ എൻട്രോസിയ ട്രഫൽ അനോഷസിയ റഹി മഹസ്ക്ര ബഹോട്ടസിയ. ഇപ്പോൾ അതിനെ സ്വീകരിച്ചാട്ടെ. ഞാൻ കേൾക്കുന്നത് പുതിയ നന്മകൾ വരുന്നു. ഓ പുതിയ കാറുകൾ വരുന്നു, പുതിയ വാഹനങ്ങൾ. അസാധാരണമാകുന്ന ബ്ലെസ്സിംഗ് ബ്രദറെ ഈ മിനിസ്ട്രിയിലേക്ക് വരാൻ പോകുകയാണ്. Receive it now. Hallelujah. Receive it now. പേടിച്ചു പോകുന്ന വിധത്തിൽ പുതിയ നന്മകൾ, പേടിച്ചു പോകുന്ന വിധത്തിൽ. യെസ്, ആ ടെൻസ് ഒന്ന് പഠിക്കൂ. ആ പേടിച്ചു പോകുന്ന ആ ടെൻസിൽ ഒന്ന് പഠിക്കൂ. റൂബോഹുഷസിയ. പേടിച്ചു പോകുന്ന ദൂതന്മാർ ഇറങ്ങി. ലഹിയ റഹിയ ഷഹീദ റെലാസുഫ്രഹുഷസിയ റെലാസുഫ്രഹുഷസിയ. ദൂതന്മാർ 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 പേടിച്ചു പോകുന്ന വിധത്തിൽ, പേടിച്ചു പോകുന്ന വിധത്തിൽ, പേടിച്ചു പോകുന്ന വിധത്തിൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. ദൂതന്മാർ ചലിക്കുകയാണ്, അത് സഞ്ചരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ദൈവം ചെയ്യുന്നത്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം നമ്മളെ തൊടാൻ പോകുകയാണ്. നീന്തി കയറുക, അതിന്റെ ആഴങ്ങളിലേക്ക് നീ നീന്തി കയറിക്കോ മകളെ. നിന്നെ ആ ആഴത്തിൽ എനിക്ക് കിട്ടിയാൽ ആ ആഴത്തിലുള്ള ഗുപ്തനിധികൾ നീ പോയി എടുത്തിട്ട് വാ. ആഴത്തിലുള്ള ഗുപ്തനിധികൾ ഇപ്പോൾ കടലിൽ നീന്തുന്ന ഒരു സ്കൂബ ഡൈവറിനെ പോലെ നീ പോയി എടുത്തിട്ട് വാ. നീ പോയി എടുത്തിട്ട് വാ. നിനക്കുള്ളതാണത്. നീ സ്വിം ചെയ്ത് അടിത്തട്ടിൽ പോയി നീ സ്കൂബ ഡൈവറിനെ പോലെ നീ അതിനെ പൊക്കിക്കൊണ്ട് വാ.
ജോഷ് ബ്രദറിന്റെ ആത്മതലം ദൈവത്തിന്റെ ആത്മാവ് ഷിഫ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. അടുത്ത ആത്മതലങ്ങൾ ഈ ദിവസങ്ങളിൽ അൺലോക്ക് ആകാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിന് ആമേൻ പറഞ്ഞു. തലയ്ക്ക് മുകളിൽ പുതിയൊരു ആത്മതലം, പുതിയൊരു ആത്മതലം, പുതിയൊരു ആത്മതലം, പുതിയൊരു ആത്മതലം, പുതിയൊരു ആത്മതലം നിന്റെ മുകളിൽ തുറന്നിരിക്കുക, നിന്റെ മുകളിൽ തുറന്നിരിക്കുക. ഓ റഖാല ശതയാറ ഓ റശതിയ ലഹിയ re ebro shazia re ebro kola shazia ro osama allah sefrehelia. അജിതയോട് ദൈവം പറയുന്നത് കാട്ടുപോത്തിന്റെ ബലം. ഹല്ലേലൂയ. കാട്ടുപോത്തിന്റെ ബലം. ഹല്ലേലൂയ. അത് ഞാൻ നിന്നെ ധരിപ്പിക്കാനാണ് ഇതിലൂടെ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ബലമില്ലാത്തവൻ ബലം വർദ്ധിപ്പിച്ചു. ഹല്ലേലൂയ. വിശ്വസിക്കണം, വിശ്വസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിയ സെഫ്രെ എൽബ്രോ ഷസിയ re ebroko tazia le erina sefre oshazia behi orgomshaz lehia orashazia bana sofra halbiatos re egrola shazia be oroshazia re elia sofra hoshas me eribra kotosia lehi erveniatos. Oh
ഈ ആത്മതലം നിങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ഈ ദിവസങ്ങളിൽ നമ്മളെ ദൈവം കയറ്റാൻ പോകുന്നത് വെരി ഡീപ്പർ. പക്ഷെങ്കിൽ എത്ര പേർക്ക് അത് മനസ്സിലാവുന്നു എന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. അതിനെ മനസ്സിലാക്കി പ്രതികരിച്ചാൽ ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഇത് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് തന്ന ആത്മതലങ്ങൾക്കായി സ്തോത്രം. ഇതിന്റെ അകത്ത് വന്ന ഓരോ വ്യക്തിയെ വിടുവിച്ചതിനായി നന്ദി പറയാം. മഹത്വതലത്തിൽ അടുത്തൊരു പടിയും കൂടെ കയറുവാൻ ദൈവം അവരെ സഹായിച്ചതിനായിട്ട് നന്ദി പറയും. തിരുകരത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ജയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God bless you. ഹല്ലേലൂയ. നമുക്ക് 6-ാം തീയതി ഫാസ്റ്റർ അഖിൽ ഡേവിഡ് വരുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ അവിടെ ആയിരിക്കാൻ ശ്രമിക്കുക. God bless you.